സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് നിങ്ങൾക്കെല്ലാവരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ഈ രീതിയിലുള്ള സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ എക്സ അനി ജോർജ് ആണ്. ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദേവദാസി, ഇതൊക്കെയുണ്ട്, സന്തോഷമായിരിക്കുന്നുവോ? ദൈവകൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പിന്നെ ദേവദാസി കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? പിന്നെ കർത്താവിന്റെ വേലയിൽ എവിടെ ആയിരിക്കുന്നു? ഇതൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയാട്ട്. ശരി, പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ UP-യില് ഗോരഖ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ് സംസാരിക്കുന്നത്. വീട്ടില് പാസ്റ്ററും എനിക്കൊരു മോനാണുള്ളത്. മോന് BSc പഠിച്ചുകൊണ്ടിരിക്കുന്നു മദ്രാസ് ക്രിസ്ത്യൻ കോളേജില്, ചെന്നൈ. ഓക്കെ കർത്താവിന്റെ ദാസി, ദേശത്ത് കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മളെ സംസാരിച്ചതിന്റെ ഇടയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കർത്താവിന്റെ ദാസിക്ക് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ സാക്ഷ്യമുണ്ട്. അത് ആ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. കർത്താവിന്റെ വിലയേറിയ ദാസി അക്സയും ഹല്ലേലൂയയുമായ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ ദാസിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാ അനേകരുടെ വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരുവാന് കർത്താവോടൊന്ന് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവയുടെ ഏൽപ്പിക്കുന്നു. മാനവമഹത്വം എടുത്താട്ട യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കർത്താവിന്റെ ദാസി ഷെയർ ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വൈകിയ സമയത്ത് ജോയ്സ് ടിവിയില് ദേവദാസിയോടും എല്ലാ പ്രേക്ഷകരോടും ഒത്ത് ദൈവത്തെ സാക്ഷിപ്പാൻ ദൈവന്റെ ജീവിതത്തിൽ തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സിസ്റ്ററിനോടും ജോയ്സ് സിസ്റ്ററിനോടും അതുപോലെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റർ സിൽവിയായിക്ക് നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ഞാൻ ഈ ചാനലിൽ വരുന്ന സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ധൈര്യവും ബലവും തന്നിട്ടുണ്ട്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നത് പോലെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അതെത്ര കാലം കഴിഞ്ഞാലും സാക്ഷ്യം ഒരു മനുഷ്യർക്കും മാറ്റാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുത വിടുതലുകൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുത വിടുതലുകൾ എനിക്ക് ഒത്തിരി ധൈര്യം തന്നിട്ടുണ്ട്. ദൈവം ഈ ചാനലിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേകർക്കൊരു വിടുതലും ആശ്വാസത്തിനും രക്ഷയ്ക്കും കാരണമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എന്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ, എന്റെ പേര് പറഞ്ഞല്ലോ, അക്സാനി ജോർജ്. ദൈവകൃപയാൽ കഴിഞ്ഞ 24 വർഷമായിട്ട് 24ാമത്തെ വർഷമാണ് ഞാൻ നോർത്തിൽ വന്നിട്ട് ഒരു മിഷണറി പാസ്റ്ററുടെ ഭാര്യയായി ഈ ദേശത്ത് ഗോരഖ്പൂർ, UP ഗോരഖ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞാൻ കേരളത്തിലൊരു പാസ്റ്റർ മകളായിട്ട് ജനിച്ചു. ദൈവം അതിനൊരു ഭാഗ്യം തന്നു. എൻ്റെ പപ്പായും മമ്മിയും അവര് വിവാഹത്തിന് ശേഷം ഒരു തീരുമാനം എടുത്തിരുന്നു. അവർക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ പൈതൽ, അതാണായാലും പെണ്ണായാലും, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിന് പ്രകാരം അവരങ്ങനെ തീരുമാനിച്ചു. ഞാൻ ജനിച്ചപ്പോൾ ഒരു മകൾ. എന്നാൽ തന്നെയും ചെറുപ്പം മുതൽ എൻ്റെ മാതാപിതാക്കൾ നല്ല ആത്മീയ അന്തരീക്ഷത്തിൽ എന്നെ വളർത്തുവാനും എപ്പോഴും പ്രാർത്ഥന, പാട്ട്, ചർച്ചിന്റെ സഭാ ഹാളിൽ വളർന്ന ആ ഒരു അന്തരീക്ഷം എന്നെ ഒത്തിരി ചെറുപ്പം മുതലേ ആത്മീയ കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്ത് ജീവിക്കാനുള്ള ഒരു ഇച്ഛ, ആഗ്രഹം നൽകിയിരുന്നു. സ്തോത്രം. പപ്പായും മമ്മിയും ആക്ച്വലി അവര് സുവിശേഷ വേലയ്ക്ക് വരുന്നതിന് മുമ്പ് 2 പേർക്കും ജോലി ഉണ്ടായിരുന്നു. പപ്പ ഒരു എസ്റ്റേറ്റിന്റെ സൂപ്രണ്ട് ആയിരുന്നു. മമ്മി അന്നത്തെ കാലത്തെ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു.
ജോലിയൊക്കെ രാജിവെച്ചാണ് അവര് വേലയ്ക്ക് വന്നത്. ഞാൻ പറയുന്നത് 1960-70കളിലെ കാര്യമാണ്. അപ്പൊ അന്നത്തെ കാലത്ത് സുവിശേഷ വേല എന്ന് പറയുന്നത് വളരെ കഷ്ടം നിറഞ്ഞ ഒരു സമയമാണ്. ഇന്നത്തെ പോലെ സുവിശേഷ വേല നമുക്കുള്ള സുഖ സൗകര്യങ്ങളോ അങ്ങനെയുള്ള യാതൊരു ഫെസിലിറ്റീസും ഇല്ലാത്തൊരു കാലത്താണ് പപ്പായും മമ്മിയൊക്കെ വേലയ്ക്ക് ഇറങ്ങിയത്. അപ്പൊ എനിക്ക് ചെറുപ്പം മുതലേ സുവിശേഷ വേലയിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള ആ കഷ്ടപ്പാടുകൾ എന്താണ് എന്നുള്ള ഒരു ഗ്രാഹ്യം എനിക്കും ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അത് കാരണം സുവിശേഷ വേലയിൽ നാം എപ്രകാരമായിരിക്കണം എന്നുള്ള ഒരു ഫെയ്ത്ത് ഹോം ജീവിതം, അത് നല്ലൊരു ഗ്രാഹ്യം എനിക്കുണ്ടായിരുന്നതും എനിക്കൊരു വേലയ്ക്കൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. ഏത് സാഹചര്യങ്ങളും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു ക്ഷമത കർത്താവ് ചെറുപ്പം മുതലേ തന്നത് വലിയൊരു അനുഗ്രഹമായി. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പെരുവ എന്ന് പറയുന്ന സ്ഥലത്താണ് പപ്പായും മമ്മിയും ആദ്യമായിട്ട് സുവിശേഷ വേല തുടങ്ങിയത്. അപ്പം അന്ന് പപ്പ മരുന്നും എടുക്കത്തില്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു 3-4 വയസ്സുള്ള സമയത്ത് ഈ കരപ്പൻ എന്ന് പറയുന്ന ഈ കൊച്ചു പിള്ളേർക്ക് വന്ന ചെരങ്ങ്, അത് ഭയങ്കരമായിട്ട്, ചെറിയ രീതിയിലല്ല, എനിക്ക് തല മുതൽ പാദം വരെ ഭയങ്കരമായിട്ട് അങ്ങ് അതിന്റെ അസ്വസ്ഥത വന്നിട്ട് ശരീരം നീര് വെച്ച് ഞാൻ മരിക്കും എന്നുള്ള ഒരു കണ്ടീഷനായി. അന്നേരത്തേനും വിശ്വാസികൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, നാട്ടുകാര് ഭയങ്കരമായിട്ട് പപ്പായോട് അങ്ങ് ഇത് ദേഷ്യപ്പെടാൻ തുടങ്ങി. പാസ്റ്റർ മരുന്ന് എടുക്കത്തില്ലെങ്കിൽ സാരമില്ല, ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് പോയി കുഞ്ഞിന് മരുന്ന് ചെയ്യണം, കുഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ ശവം തീറ്റിക്കുന്നവരെ നാട്ടുകാർ പപ്പായോട് ഭീഷണിയായിട്ട് സംസാരിച്ചു. അപ്പം പപ്പ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിനോട് ചോദിച്ചു, അവള് പറയുന്ന പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവര് എന്നോട് ചോദിച്ചു എന്നാണ് മമ്മി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. മോളെ ആശുപത്രി കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, യേശുപ്പച്ചൻ എന്നെ വിടുവിക്കും എന്ന് ഞാൻ എൻ്റെ ആ കുഞ്ഞു പ്രായത്തിൽ അങ്ങനെ പറഞ്ഞു. അത്ഭുതകരമായി പ്രിയ ദൈവമക്കളെ, എന്നെ വളരെ മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിച്ചു. ചെറുപ്രായത്തിലെ ആ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം അത് കണ്ടു എന്നുള്ള വലിയൊരു സന്തോഷം എനിക്കുണ്ടായി. അങ്ങനെ ആ മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് കർത്താവിനെ രക്ഷിച്ചത് വലിയൊരു അത്ഭുതമായിരുന്നു ദേശത്ത്. അതൊരു സാക്ഷ്യത്തിന് കാരണമായി തീരുവാനും അനേകരെ വിശ്വാസത്തിലേക്ക് കർത്താവിന്റെ വിടുതൽ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. മമ്മി നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. അപ്പം ദൈവത്തിന്റെ ഒരു കൃപ എനിക്കും ചെറുപ്പം മുതലേ ഇങ്ങനെ പാട്ടുകൾ പാടുവാനുള്ള വലിയൊരു താലന്ത് കർത്താവ് നൽകി. അത് കാരണം പപ്പയും മമ്മിയും പരസ്യയോഗങ്ങള്, കൺവെൻഷനുകള് അങ്ങനെ നടത്തുന്ന കൂട്ടത്തിൽ ഞാനും കുഞ്ഞു പ്രായം പോലെ 4 വയസ്സ് മുതലേ ഞാനും പാട്ടുകൾ പാടുവാനും പോകുമായിരുന്നു. പിന്നത്തിൽ കേട്ടിട്ടുണ്ട് പരസ്യങ്ങളിലൊക്കെ നമ്മൾ പാട്ടുകൾ പാടുന്നത് ഈ ആത്മഹത്യക്ക് വേണ്ടി പോയ മനുഷ്യരെ ദൈവം സ്പർശിച്ചിട്ട് ആത്മഹത്യാശ്രമത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നതായിട്ടും അനേകരങ്ങനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആ ഒരു അവസ്ഥകൾ, സാക്ഷ്യതകളൂടെ പിന്നീട് ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. പിന്നെ പപ്പ പാസ്റ്റർ ആയ കാരണം നമ്മുടെ നാട്ടിലെ സിസ്റ്റം അറിയാമല്ലോ, 2 വർഷം 3 വർഷം കഴിയുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഉണ്ടല്ലോ. അപ്പം ഓരോ സ്ഥലങ്ങള് നമ്മുടെ കേരളത്തിലെ മിക്ക ജില്ലകളിലും കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഞങ്ങള് പോയിട്ടുണ്ട്. പപ്പ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റിലെ ഒരു പാസ്റ്ററാണ്. അപ്പം പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ നമുക്ക് ലഭിച്ച ആത്മാക്കളെ നേടണം എന്നുള്ള ആ വലിയ ഒരു ഇച്ഛ ദൈവം എനിക്ക്, വളരെ താഴ്മയോടെ പറയട്ടെ, കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പറയുകയാണ്, ദൈവം എനിക്ക് നൽകിയ സമയങ്ങളൊക്കെ അതെന്റെ കൂട്ടുകാരോടാകട്ടെ, എന്റെ ടീച്ചേഴ്സിനോടാകട്ടെ, അത് വചനത്തിൽ കൂടെയും പാട്ടിൽ കൂടെയും ഒക്കെ, അവർക്ക് ഏതൊരു മനുഷ്യനും പാട്ട് കേൾക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പം ഈ നമുക്ക് ലെഷർ ടൈം ഉച്ചയ്ക്ക് കിട്ടുന്ന 1 മണിക്കൂർ പാട്ടുകള് വചനങ്ങളൊക്കെ പറയുവാൻ ദൈവം സഹായിച്ചു. പിന്നത്തേതില് പിന്നെ അവരെയൊക്കെ ദൈവം തൊട്ടതായിട്ട്, കാരണം ഞങ്ങൾ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ട്രാൻസ്ഫർ ആയി പോകും, നമുക്ക് പിന്നെ റിസൾട്ട് അന്ന് അറിയാൻ പറ്റുന്നില്ല. ബട്ട് വർഷങ്ങൾക്ക് ശേഷം പല പല ഇടങ്ങളിലെ നമ്മളെ കാണുന്ന സമയത്ത് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എന്റെ സഹോദരി, എന്റെ കൂടെ പഠിച്ച എന്റെ ഫ്രണ്ട്സ്, അക്ഷയ നീ അന്ന് പറഞ്ഞത്, നീ പാടിയതൊക്കെ ഞങ്ങൾക്ക് പിന്നത്തേതിൽ അനുഗ്രഹമായി തന്നു, ഞാൻ ഇന്നൊരു മിഷണറിയാണ്, ഒരു പാസ്റ്ററിന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് യേശുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പലപ്പോഴും കർത്താവിന്റെ നമ്മളെ പറ്റിയുള്ള
പ്ലാൻസ്. യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നല്ലോ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. സ്തോത്രം. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ വാക്യം വായിച്ചപ്പോ ഞാൻ പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള ഈ സാക്ഷ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ ദാസി എന്നോട് സംസാരിച്ചു. പെട്ടെന്ന് ഈ വചനം നിന്റെ ഹൃദയം ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ചിന്തി, എന്തൊരു അത്ഭുതമല്ലേ, നമ്മൾ ലോകത്തിൽ ജനിച്ചിട്ടില്ല, അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ വന്നിട്ടില്ല, നമ്മളെ പറ്റി യാതൊരു എക്സിസ്റ്റൻസും ഇല്ല, അതിനു മുമ്പേ നമ്മൾ ഇന്നതായി തീരുമെന്ന് കർത്താവിന്റെ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു അത്ഭുതം. നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിലൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ആ കുട്ടിയെ പറ്റി വളരെ സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ മാതാപിതാക്കളുടെ ചിന്തകളെക്കാട്ടിലും അവരുടെ സ്വപ്നങ്ങളെക്കാട്ടിലും അതീതമായിട്ട് കർത്താവ് നമ്മെ പറ്റി എന്താണ് സ്വപ്നം കണ്ടിരിക്കുന്നത്, അത് മാത്രമേ നടക്കത്തുള്ളൂ. സ്തോത്രം. അത് മാത്രമേ നടക്കത്തുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളല്ല, നമ്മുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളുമല്ല, കർത്താവ് നമ്മെ പറ്റി വെച്ചിരിക്കുന്ന സ്വപ്നത്തിന്റെ പൂർത്തീകരണം തീർച്ചയായിട്ടും നടന്നിരിക്കും. അത് എപ്രകാരമാണെന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ചിലപ്പോൾ അത് സംഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് മരണത്തിന്റെ താഴ്വരകൾ വന്നെന്നിരിക്കാം, രോഗങ്ങൾ വന്നെന്നിരിക്കാം, ഒറ്റപ്പെടലുകൾ വന്നെന്നിരിക്കാം, പല വിധമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന അനേക സാഹചര്യങ്ങളെ നമുക്ക് തരണം ചെയ്യേണ്ടി വന്നെന്നിരിക്കാം. ബട്ട് കർത്താവ് അവിടെ എല്ലാം നമ്മളെ താങ്ങി ആ ദൈവത്തിന്റെ ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കിയെടുക്കും. അത് കർത്താവ് നമ്മിൽ കൂടി പ്രവർത്തിക്കും. അത് കാരണമാണല്ലോ നമ്മളെപ്പോഴും എല്ലാ ദൈവദാസിദാസന്മാരും പറയുന്ന ഒരു വാക്യമാണ് റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഈ കഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലങ്ങള്, രോഗങ്ങള്, ഭാരങ്ങളൊക്കെ എന്താ കർത്താവ് ഇതിനകത്ത് എന്ത് നന്മയായി ഇരിക്കുന്നത്? നോർമലി നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അതെല്ലാം ദൈവം നന്മയാക്കി തീർക്കും. ദൈവനാമത്തിന്റെ മഹത്വത്തിനും അനേകർക്കൊരു വിടുതലിന് കാരണമായി തീരുമെന്നുള്ളത് ഭയങ്കര ഒരു സത്യം തന്നെയാണ്. സ്തോത്രം. അങ്ങനെ ഞാൻ വളർന്നുകൊണ്ടിരുന്നു. അവസാനമായിട്ട് പിന്നെ വർഷങ്ങൾ കടന്നുപോയി. അവസാനമായി ഞങ്ങള് കോട്ടയത്ത് പപ്പയുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഞങ്ങള് 1992 മുതൽ സ്ഥിരതാമസമായിട്ട് പപ്പായ്ക്ക് അന്തരം കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ചർച്ചിലാണ് ട്രാൻസ്ഫർ ലഭിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ താമസം ആരംഭിച്ചു. ഞാൻ കോട്ടയം BCM കോളേജിൽ എന്റെ ഡിഗ്രി പഠനത്തിന് ചേർന്നു. 1993 മുതൽ 96 വരെ BA ഡിഗ്രി ഞാൻ അവിടെ പഠിക്കുകയായിരുന്നു. അങ്ങനെ എന്റെ പഠനകാലത്ത് ICPF എന്ന് പറയുന്ന ഇന്റർ കോളേജിയറ്റ് പ്രെയർ ഫെലോഷിപ്പിന്റെ ഒരു ഗ്രൂപ്പ് ദൈവകൃപേല നടത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അപ്പം ഉച്ച സമയത്ത് ഞാൻ എല്ലാ വ്യാഴാഴ്ചയുമാണ് പ്രെയർ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. എന്റെ കൂടെ പഠിക്കുന്ന സൗകര്യമാരെയൊക്കെ പെട്ടെന്ന് ഞങ്ങൾ ടിഫിനൊക്കെ കഴിച്ചിട്ട് പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ പോയി പ്രെയർ മീറ്റിംഗ് ഒക്കെ നടത്തി. അങ്ങനെ നല്ലൊരു പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അതില് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസം ഇതിന്റെ സ്റ്റുഡന്റ് ലീഡേഴ്സിന്റെ ഒരു പ്രെയർ മീറ്റിംഗ് ഉണ്ട്. നമ്മൾ പ്രെയർ മീറ്റിംഗ് നടത്തുമെങ്കിൽ ഓരോ കോളേജസിലും പല സ്റ്റുഡന്റ് ലീഡേഴ്സ് കാണും. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഈ പ്രെയർ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് നയിക്കണം, എപ്രകാരം അത് നമ്മൾ ചെയ്യണം, അതിനുള്ള പ്രാർത്ഥന പ്രെയർ റിക്വസ്റ്റുകളൊക്കെ ഒത്തിരി കാണും. അപ്പം എല്ലാ തിങ്കളാഴ്ച ഞങ്ങൾ ഈ സ്റ്റുഡന്റ് ലീഡേഴ്സിന്റെ മീറ്റിംഗിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ടായിരുന്നു. മെയിൻലി പ്രാർത്ഥിക്കുന്നത്, കർത്താവെ നോർത്ത് ഇന്ത്യയിൽ മിഷണറിമാരെ നീ അയക്കണമേ. സ്തോത്രം. അന്നത്തെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കണക്കെടുപ്പ് എന്ന് പറയുന്നത് 5 ലക്ഷം ഗ്രാമങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല, യേശു ആരെന്ന് അറിഞ്ഞിട്ടില്ല. കേരളത്തിലെ അവസ്ഥയല്ല, യേശുവിനെ പറ്റി യാതൊരു അറിവുമില്ലാത്ത 5 ലക്ഷം ഗ്രാമങ്ങളുണ്ട്. അവിടേക്ക് മിഷണറിമാരെ അയക്കണം. അപ്പൊ മിഷണറിമാരായിട്ട് പോകാന്ന് പറഞ്ഞ ഒരു ടാർഗറ്റ് അല്ലല്ലോ. അപ്പം നമുക്ക് ഭാഷ അറിയില്ല, ഒത്തിരി വെല്ലുവിളികൾ ണ്ട്. അപ്പം കർത്താവെ അവിടേക്ക് നീ ആൾക്കാരെ അയക്കണമേ, മിഷണറിമാരെ അയക്കണമേ, അതിലുള്ള സോഴ്സുകൾ നീ ഒരുക്കണമേ എന്നുള്ള ഭയങ്കര പ്രെയർ റിക്വസ്റ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല കർത്താവിനെ ഒരു മിഷണറി ആയിട്ട് നേരത്തെ കണ്ടിരുന്നു എന്ന്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണം. അങ്ങനെ എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞു. അതിനുശേഷം പപ്പ എന്നോട് പറഞ്ഞു, എനിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പപ്പ MAക്ക് പോകാം, അതാ BA കഴിഞ്ഞിട്ട് MA എടുക്കാം. അന്നും പപ്പ എന്നോട് പറഞ്ഞു, നീ എന്തായാലും സുവിശേഷ വേലയ്ക്കുള്ളവളല്ലേ, അപ്പം തിയോളജി പഠിക്കുക, അതായിരിക്കുമല്ലോ നല്ലത്. അങ്ങനെ ആ സമയത്ത് ഗോസ്പൽ ഫോർ ഏഷ്യ ബിബ്ലിക്കൽ സെമിനാരി കുറ്റപ്പുഴ, തിരുവല്ലയിലുള്ള കുറ്റപ്പുഴ സെമിനാരിയിലെ പിന്നെ MDവിന് ഞാൻ ചേർന്നു. അവിടെ 3 വർഷം MDവിന് പഠിച്ച ശേഷം ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ്, അപ്പൊ നമുക്ക് ആത്മാക്കളെ നേടണം, സുവിശേഷ വേല ചെയ്യണം, അതാണ് എന്റെ മെയിൻ ഒരു ചിന്തയെന്ന്. അപ്പം ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ എന്റെ തിങ്കിങ്, ഞാൻ ആ സമയത്ത് ചിന്തിച്ചത്,
ദൈവം പാട്ട് പാടാൻ ദൈവകൃപയിൽ ഒരു താലന്ത് തന്നിട്ടുണ്ട്. അത് അനേകർക്ക് അനുഗ്രഹമാണ്. അപ്പം നമ്മുടെ കേരളത്തില് കൺവെൻഷന്റെ സീസണുകൾ ഉണ്ടല്ലോ. അപ്പൊ അനേക ഇടങ്ങളിൽ നമുക്ക് കൺവെൻഷന് പാട്ട് പാടാൻ ഒത്തിരി ചാൻസുകളുണ്ട്. അന്നും പാടുമായിരുന്നു, പഠിക്കുന്ന സമയത്തും പാടുമായിരുന്നു, ഏഞ്ചലോസിനകത്ത് പാടുമായിരുന്നു, ഒത്തിരി ഇടങ്ങളിൽ പോയി പാടിയിട്ടുണ്ട്. പിന്നെ തിയോളജി ഒക്കെ പഠിച്ചു ഏതെങ്കിലും ബൈബിൾ കോളേജിലോ അല്ലെങ്കിൽ ബൈബിൾ സൊസൈറ്റിയിലോ എന്തെങ്കിലും വർക്ക് ചെയ്യുക, അതിനോട് കൂടെ സുവിശേഷ വേല ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലെ പ്ലാൻ. പക്ഷെങ്കില് ആ സമയത്ത് എനിക്ക് വിവാഹാലോചനകൾ പലതും വന്നു. ആ സമയത്താണ് പാസ്റ്റർ അനി ജോർജിന്റെ വിവാഹാലോചന വന്നത്. അപ്പൊ അദ്ദേഹം എന്നെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് മിഷണറി ആയിട്ട് നോർത്തിലേക്ക് പോയത്. അപ്പൊ 2 വിഷയങ്ങളാണ് എന്നെ നോർത്ത് ഇന്ത്യൻ മിഷണറി ആയിട്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനുള്ള എനിക്കൊരു പ്രചോദനം തന്നത്. അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ സ്ഥാപകനായ PG അങ്കിളിന്റെയും ലില്ലി വർഗീസ് ആന്റിയുടെയും ജീവിതാനുഭവങ്ങൾ ഞാൻ എന്റെ ചെറുപ്രായത്തിൽ വായിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാനുക്കളിൽ എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ആ ആന്റിയുടെ അങ്കിളിന്റെ ഒക്കെ ആ ഒരു ഭയങ്കര ത്യാഗപൂർണമായിട്ടുള്ള കട്ടറയിലൊക്കെ അവസ്ഥകളും, ആന്റി ആണേല് ഈ തോട്ടി കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും അങ്ങനെ സഭ വളർന്നതും വേല വളർന്നതും അങ്ങനെയുള്ള അത്രയും സാക്രിഫൈസ് ആയിട്ട് കർത്താവിന് വേണ്ടി അവര് രണ്ടുപേരും ദൈവം ഉപയോഗിച്ചത് എനിക്ക് ഭയങ്കര ഒരു ചലഞ്ചായിരുന്നു. പട്ടാളത്തിൽ നിന്നൊക്കെ അങ്കിള് റിസൈൻ ചെയ്ത് വന്ന് ഭയങ്കര അവരുടെ ദൈനംദിന ജീവിതം ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പ്രവൃത്തികളൊക്കെ അതെനിക്ക് വലിയൊരു ഇതായിരുന്നു, ഒരു എൻകറേജ്മെന്റ് ആയിരുന്നു. രണ്ടാമതായിട്ട് ഈ എന്റെ ഭർത്താവായിരിക്കുന്ന പാസ്റ്റർ അനി എന്റെ വിവാഹാലോചനയായിട്ട് വന്ന സമയത്ത് ഞാൻ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ഒരു സംഭവ കഥ, അത് സംഭവമാണ്, ഇങ്ങനെയാണ് പറഞ്ഞത്. ബീഹാറിലെ ഒരു ഇന്റീരിയർ വില്ലേജില്, അപ്പം ബീഹാർ UP ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇച്ചിരി വേഴ്സ്റ്റ് ആണ് കണ്ടീഷൻ ബീഹാർ. UP ഇപ്പൊ ഇച്ചിരി വ്യത്യാസമുണ്ട്. ആ സമയത്തൊക്കെ ഭയങ്കര ഇതാണ്. സുവിശേഷം എന്ന് പറയുന്നത് ഈ മിഷണറിമാരുടെ ശ്മശാനം എന്നാണല്ലോ അറിയപ്പെടുന്നത് ബീഹാർ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു സുവിശേഷകൻ ഇങ്ങനെ ട്രാക്റ്റുകളൊക്കെ കൊടുത്ത് ഇന്റീരിയർ ഒരു വില്ലേജിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി ചെന്ന് ഒത്തിരി അങ്ങ് അകത്തുള്ള ഒരു കുടിലിൽ ചെന്ന സമയത്ത് എല്ലാവരും കരഞ്ഞു ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയം. അപ്പം പാസ്റ്ററിനും ആ ദേവദാസനും മനസ്സിലായി ഈ കുടുംബത്തിൽ എന്തോ വലിയൊരു ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പം പിന്നെ അദ്ദേഹം വചനത്തിൽ കൂടെ ആശ്വാസത്തിന്റെ വചനങ്ങളൊക്കെ പറഞ്ഞു. ദൈവം ഹൃദയം കലങ്ങി പോകരുത്, ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകും. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ രക്ഷ, യേശു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തത്തെയും ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി യേശു യാഗമായി തീർന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും ആ വീട്ടിലെ മൂത്ത സഹോദരൻ വലിയ കരഞ്ഞു. അയ്യോ പാദ്രി സാഹബ്, പാസ്റ്ററെ, നിങ്ങൾ എന്താ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ വരാഞ്ഞത്? എന്റെ സഹോദരൻ ഒരു കാളി ഭക്തനായിരുന്നു. അവന് കാളി ഇവരുടെ ദുർഗ എന്ന് പറയുന്നത് അതിനിങ്ങനെ പൂജകളും അതും ഇതും എല്ലാം ചെയ്ത് നഖമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് നീട്ടി അവന്റെ വയറ് കീറി ഈ രക്തമെല്ലാം കൂടെ ഈ പിശാചിന്റെ ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒഴിച്ച് അവൻ പടഞ്ഞു മരിച്ചു. നിങ്ങൾ പറയുന്ന ഈ യേശു നമ്മൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞെങ്കിൽ ഇതാണല്ലോ ദൈവം. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തിനാ രക്തം ചൊരിയുന്നേ? അയ്യോ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആ മനുഷ്യൻ വളരെ കരയുകയും പിന്നെ അവർ ആ കുടുംബം രക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ സംഭവം കേട്ടപ്പോ എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തു, എന്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തു. കാരണം എന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്ന ശബ്ദമാണേലും ദൈവവചനത്തിന്റെ ജ്ഞാനമാണേലും എന്തുവാണേലും കർത്താവ് ജീവിക്കുന്നു. യേശുവാണ് ഏക ദൈവം. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഏക നാമം എന്ന് പറഞ്ഞ യേശുവേ ഉള്ളൂ. മനുഷ്യൻ മരണം കഴിഞ്ഞാൽ 2 സ്ഥലമേ ഉള്ളൂ പോകാൻ. യേശുവിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പോകും, യേശുവിൽ വിശ്വസിക്കാത്തവൻ നരകത്തിൽ പോകും. ആത്മാ പോകാൻ 2 സ്ഥലമേ ഉള്ളൂ. എന്റെ സുവിശേഷം ഇപ്പോഴാന്ന് പറഞ്ഞാലും ഞാൻ ഒരു വ്യക്തിയുടെ സുവിശേഷം പറയണ ആദ്യമേ പറയുന്ന ഈ ഒരു കാര്യമാണ്, സ്വർഗവും നരകവും. നമുക്ക് പല രീതിയിലുള്ള മനുഷ്യരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ പല രീതിയിലാണല്ലോ സംസാരങ്ങൾ വരുന്നത്. അപ്പം ഈ ഒരു കാര്യം ആദ്യമേ അങ്ങ് പ്രസ്താവിക്കുമ്പോൾ മനുഷ്യൻ അപ്പൊ കേൾക്കാനുള്ള ഒരു വ്യഗ്രത വീണ്ടും ഉണ്ടാകുക. അപ്പൊ എന്റെ മനസ്സിൽ ഇതേ ഉള്ളൂ, കർത്താവെ, ഒരു ആത്മാവിനെ നേടാൻ നമുക്കൊരു ഓരോ രീതികളുണ്ടല്ലോ. അപ്പൊ ഈ സംഭവം കേട്ടപ്പോ ഇന്നും മനുഷ്യൻ ഇങ്ങനെ ഉണ്ടോ? ഈ കുരുതി കഴിക്കുക അല്ലെങ്കിൽ ജീവനെ ഇങ്ങനെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ദൈവത്തിന്റെ ഒരു പ്ലാൻ ആയിരിക്കും, എന്നെ ദൈവം നോർത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഈ ഒരു പ്രപ്പോസൽ വന്നത് അങ്ങനെയാണ്. എന്റെ വിവാഹം പാസ്റ്റർ അനിയുമായിട്ട്
കഴിഞ്ഞു. ഈ ഒരു ആത്മഭാരം, ആത്മാക്കളെ എങ്ങനെയും ക്രിസ്തുവിലേക്ക് നയിക്കണം. എനിക്ക് ഒന്നും അറിയത്തില്ല, ഭാഷയൊന്നും അറിയത്തില്ല, ആകെപ്പാടെ അറിയാം കുറച്ച് പാട്ടുകൾ അറിയാം, പിന്നെ ഹിന്ദി വായിക്കാനും എഴുതാനും അറിയാം, നല്ല സംസാരിക്കാനും ഒന്നും അറിയത്തില്ല. പക്ഷെ ആ ഒരു ചലഞ്ചായിട്ട് ഞാൻ എന്നെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു. കർത്താവെ, എനിക്ക് ഇത്രയും ആഗ്രഹമുള്ളായിരുന്നു, നിന്റെ വേല ചെയ്യണം, ആത്മാക്കളെ നേടണം, നീ തന്ന താലന്ത് നിനക്ക് വേണ്ടി ഉപയോഗിക്കണം, അത്രമാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്റെ വിവാഹം നടന്നു. ഇന്നും എന്റെ പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നും ഇതുപോലുള്ള ഗ്രാമങ്ങൾ നോർത്ത് ഇന്ത്യയിലുണ്ട്, യുപിയിലും ബീഹാറിലും ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആത്മാക്കളെ നേടുവാൻ ആരെങ്കിലും ആഗ്രഹം ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ലോകത്തിലേക്കാളും വിലയേറിയതാണ് ഒരു ആത്മാവിന്റെ വില എന്ന് പറയുന്നത്. സർവ്വലോകത്തെക്കാളും വിലയേറിയ ആത്മാവിനെ നമ്മളിൽ കൂടി കർത്താവ് ക്രിസ്തുവിനെ നയിക്കുവാണെങ്കിൽ അതിൽ കൂടി വലിയൊരു ധനം നമുക്ക് ലഭിക്കാനില്ല. വനത്തിൽ പറയുന്നല്ലോ, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപങ്ങളെ, സ്തോത്രം, സ്വരൂപിക്കുക. അത് ഭയങ്കര ഒരു ആത്മാവിന്റെ ആ ഒരു വില എന്ന് പറയുന്നത്. ഇന്നിപ്പം സഭയില് ഓരോ ആഴ്ചകൾ ഓരോ രീതിയിലുള്ള മനുഷ്യരുണ്ട്. ഞാൻ അന്നേരം ചിന്തിക്കുക, അവർക്ക് അറിയില്ല. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, യേശുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല. നമ്മൾ ചിന്തിക്കും ഇപ്പൊ ഇത്രയൊക്കെ ഫെസിലിറ്റീസ്, ടെക്നോളജീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ കൊറോണ വന്നപ്പോഴെങ്കിലും കുറച്ച് മനുഷ്യർക്കൊക്കെ ജ്ഞാനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്നാലും ഇന്നും മനുഷ്യർക്ക് യേശുവിനെ അറിയാൻ പാടില്ലാത്ത അനേകം മനുഷ്യരുണ്ട്, ഒത്തിരി ഇന്റീരിയർ ആയിട്ടുള്ള ഗ്രാമങ്ങളിൽ. അങ്ങനെ ഇവിടെ വന്നു. 2000 ജൂലൈയിലായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ ഞാൻ കേരളം വിട്ട് നോർത്തിലേക്ക് യാത്രയായി. സെപ്റ്റംബറിൽ ഇവിടെ വന്നു, ഗോരഖ്പൂർ വന്നു. ഗോരഖ്പൂരിന് വണ്ട് കാലുകുത്തി. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അല്ലെ, എനിക്ക് ചെറിയൊരു ചിന്തയുണ്ടായിരുന്നു, പാസ്റ്റർ എന്നെക്കാളും മുമ്പേ വന്നതാണല്ലോ, അപ്പൊ ചെറിയൊരു സഭയൊക്കെ കാണുമായിരിക്കും എന്നൊക്കെ ആയിരുന്നു എന്റെ ചെറിയൊരു പ്രതീക്ഷ. ഞാൻ പക്ഷേ ഈ കല്യാണത്തിന്റെ ആലോചന വന്ന സമയത്ത് അങ്ങനെ ഒന്നും ചോദിച്ചൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ പപ്പായും മമ്മിയും ആലോചിച്ച് നടത്തിയ വിവാഹം ബ്ലൈൻഡ്ലി ഞാനങ്ങ് ബിലീവ് ചെയ്ത് കർത്താവിൽ മാത്രം. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞതുപോലെ, പോകാം, നിന്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാന്ന് പറഞ്ഞ പോലെ ബ്ലൈൻഡ്ലി കണ്ണു അടച്ച് കർത്താവിന്റെ ദാസന്റെ കൂടെ ഇങ്ങ് വന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കഥയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലായത്. ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി, നമ്മൾ ഗ്രാസ് റൂട്ട് ലെവൽ മുതലേ തുടങ്ങണം. ചെറിയൊരു വീട് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു വാടക വീടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മിഷണറി ലൈഫിൽ നമുക്ക് എല്ലാ മിഷണറിമാരും ഫേസ് ചെയ്യുന്ന വെല്ലുവിളികളാണ് ഭാഷ, ക്ലൈമറ്റ്, ഇവിടുത്തെ മനുഷ്യന്റെ സംസ്കാരം, രോഗങ്ങള്, അതുപോലെ ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇതെല്ലാം അവസ്ഥയിൽ കൂടി എനിക്കും പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം വന്ന സമയത്തൊക്കെ ആദ്യം ഒന്നുമില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരുമേ ഉള്ളൂ, ഒരു വിശ്വാസി, ഒരു സത്യക്രിസ്ത്യാനി പോലും ഇല്ലാത്തൊരു സ്ഥലം. ഇവിടെ കൂടുതലും ഹിന്ദുക്കള്, മുസ്ലിംസ്, ജൈന്, ബുദ്ധിസ്റ്റ്, പിന്നെ നോമിനൽ ക്രിസ്ത്യൻസ്, ഇതാണ് വിഭാഗം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു സത്യക്രിസ്ത്യാനി പോലും ഇല്ലാത്ത ഭാഗം. എങ്ങോട്ട് തിരിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ആഭിചാരം, അതുപോലെ എല്ലാ വീടിന്റെ മുമ്പിൽ കല്ലും, അതുപോലെ ഇതൊക്കെ വേറെ പൂജാവസ്തുക്കൾ വെച്ച് എല്ലാ വീട്ടിലും ഉണ്ട്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ചില ഏരിയകളിൽ ചില അമ്പലങ്ങള് അത്രേ ഉള്ളൂ. ഇതെല്ലാ വീടിന്റെ മുമ്പിൽ ഈ കല്ലും തുളസിയും ഇതെല്ലാം വെച്ച് പൂജിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാൽ ഇതേ നമുക്ക് കാണാനുള്ളൂ. അപ്പൊ ആദ്യമൊന്നും എനിക്കൊന്നും അറിയില്ല. എല്ലാ ദിവസവും ഞങ്ങള് രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും രണ്ടുപേരും ബാഗ് നിറച്ച് ട്രാക്റ്റുകളൊക്കെ ആയിട്ട് പോകും. ഉച്ച കഴിഞ്ഞ് പിന്നെ ഉച്ചയാകുമ്പോൾ വന്നിട്ട് പിന്നെ അല്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു 3:30-4 മണിയാകുമ്പോൾ വീണ്ടും പോകും. ഗ്രാമങ്ങൾ നടന്നു പോവുകയാണ് ആദ്യകാലങ്ങളിലൊക്കെ. അപ്പൊ എനിക്ക് എന്റെ കയ്യിലുള്ള ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് എന്റെ ബൈബിള്. പിന്നെ ഞങ്ങള് ഇങ്ങോട്ട് പോരുകയാണെന്ന് അറിഞ്ഞപ്പം ഞങ്ങളുടെ മദ്രാസിലുള്ള ഒരു ആന്റി, ആ ആന്റി എന്നോട് പറഞ്ഞു, മോളെ, ആന്റിക്ക് എന്റെ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. ആന്റി എന്റെ കയ്യിൽ 2000 രൂപ എടുത്തു എന്നിട്ട് പറഞ്ഞു, മോള് നീ നോർത്തിലോട്ട് പോകുമല്ലോ, ഒരു ഗിറ്റാർ വാങ്ങിയിട്ട് പോകണം. ഗിറ്റാർ പഠിച്ചായിരുന്നു ഞാൻ എന്റെ കേരളത്തിലായിരുന്ന സമയത്ത്. അപ്പം നീ ഒരു ഗിറ്റാർ വാങ്ങിക്കണം, അത് നിനക്ക് മിനിസ്ട്രിക്ക് ഉപയുക്തമാകും. ശരി, ഒരു ഗിറ്റാർ ഞങ്ങൾ മദ്രാസിൽ നിന്ന് വാങ്ങിച്ചു. എന്റെ ചെറിയൊരു കീബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഹിന്ദി പാട്ടുകൾ, നാട്ടിൽ ഞാനിങ്ങനെ പാടിക്കൊണ്ടിരുന്ന കൺവെൻഷനൊക്കെ പാടിക്കുന്ന കുറച്ച് ഹിന്ദി പാട്ടുകൾ, ഇതായിരുന്നു എനിക്കുള്ള ആകെ സമ്പാദ്യം. ഇത് പാടി എല്ലാ ദിവസവും ഞാനിങ്ങനെ ഗിറ്റാറൊക്കെ ഇങ്ങനെ പിടിച്ച് പോകും. ആദ്യകാലങ്ങളിൽ അടുത്തടുത്ത ഗ്രാമങ്ങളിലൊക്കെ പോകും.
നടന്നുപോയി ഗിറ്റാർ അടിച്ച് പാട്ട് പാടുമ്പോഴത്തേനും ആൾക്കാരിങ്ങനെ കൂടും. 2000 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അത്ര ഫെമിലിയർ അല്ല ഈ ദേശങ്ങളിലൊന്നും. അപ്പൊ ഞാനൊരു സ്ത്രീ ഇതിങ്ങനെ വായിക്കുന്നൊക്കെ കാണുമ്പോൾ മെഗാഫോൺ ഉണ്ടായിരുന്നു. ഒരു മെഗാഫോണോട്ട് കണക്ട് ചെയ്തിട്ട് ഗിറ്റാർ അടിക്കും, നല്ല ഒച്ച പാട്ടുകൾ, ഹിന്ദി രാഹി ചൽത്ത, ധീമി ഏക് ധീമി, അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ പാടും. ആൾക്കാരെല്ലാം കൂടും. കുടുംബത്തേനും ഞാൻ പാട്ട് പാടി. അത് കഴിഞ്ഞ് പാസ്റ്റർ വചനം പറയാൻ. അപ്പൊ എനിക്ക് ഹിന്ദി ഭാഷ അറിയില്ലല്ലോ. ഞാൻ അദ്ദേഹം പ്രസംഗിക്കുന്ന വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടോണ്ടിരിക്കും. എനിക്ക് എങ്ങനെയും ഹിന്ദി ഭാഷ പഠിക്കണം. നമുക്ക് എന്നൊക്കെ കഴിവുണ്ട്, മനുഷ്യരുമായിട്ട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അപ്പൊ എനിക്ക് എങ്ങനെയും ഭാഷ പഠിക്കണം. അദ്ദേഹം പ്രസംഗിക്കുന്ന വളരെ ദൈവകൃപയിലാസിച്ച് പ്രാർത്ഥിച്ചു, ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചു. ഞാൻ പതുക്കെ ഹിന്ദി പഠിക്കാൻ തുടങ്ങി. ഓരോ ഹിന്ദി വാക്കുകൾ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ ആദ്യം പഠിച്ച വചനം എന്ന് പറയുന്നത് 119 സംഖ്യത്തിൽ 105 വാക്യം, തേരാ വചൻ മേര പാവ് കെ ലിയെ ദീപക് മേര മാർഗ് കെ ലിയെ ഉജിയാല ഹെ. അത് പിന്നെ മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആയിയെ ബൈറ്റിയെ അബ് കൈസേ ഹോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെ മിനിസ്ട്രി ഇങ്ങനെ ഗ്രാമത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെങ്കില് ഗ്രാമത്തിൽ പോകുമ്പോൾ ആൾക്കാർ യേശു നല്ല ദൈവമാണ്, നിങ്ങളുടെ രോഗങ്ങൾക്ക് വിടുതൽ നൽകും, അങ്ങനെ ആൾക്കാർ പ്രാർത്ഥന പ്രാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രോഗത്തിന് സൗഖ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും വരും. പക്ഷെ സൺഡേ ആരും ആരാധനയ്ക്ക് വരത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിന് ഭയങ്കര ഭാരം. നമ്മൾ ആത്മാക്കളെ നേടണമല്ലോ. നമുക്കിപ്പോ നമ്മുടെ ചർച്ച നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ ചർച്ച് എന്ന് പറഞ്ഞ അപ്പോസ്റ്റോലിക് ക്രിസ്ത്യൻ അസംബ്ലി മദ്രാസിലുള്ള, ചെന്നൈയില് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സഭയാണ്. അപ്പം പാസ്റ്റർ സാം സുന്ദരം എന്ന് പറയും, പാസ്റ്റർ MK സാം സുന്ദരം, അദ്ദേഹമായിരുന്നു ഞാൻ ചീഫ് പാസ്റ്റർ. അദ്ദേഹം ഞങ്ങളെ തലേ കൈവച്ച് മിഷണറിമാരായിട്ട് ഇങ്ങോട്ട് അയച്ചു. പക്ഷെ പാസ്റ്ററിന്റെ അങ്ങനെ ഒരു നല്ലൊരു ചിന്തയായിരുന്നു. ഇപ്പം മറ്റ് ചില സഭകളിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒരു വർഷം എത്ര ആത്മാക്കളെ നേടി റിപ്പോർട്ട് കൊടുക്കണം, അങ്ങനെയുള്ള ഒന്നും പാസ്റ്റർ ചോദിക്കത്തില്ല. അത്ര നല്ലൊരു ദേവദാസനായിരുന്നു. രണ്ടുപേരും പാസ്റ്ററും അമ്മായും സ്വർഗത്തിൽ നിന്ന് വിശ്രമിക്കുന്നവരൊന്നും ഈ ലോകത്തിലില്ല. അപ്പം അവര് ഞങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിച്ച് അവരെപ്പോഴും പറയും, നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടുന്നു, നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലം തരുന്ന ദൈവമാണ്, നിങ്ങൾ മനുഷ്യർ റിപ്പോർട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നല്ല എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ദേവദാസനായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലൊരു ഇത്, കർത്താവെ ദേവദാസൻ നമ്മളെ അയച്ചു, നമ്മൾ റിപ്പോർട്ട് കൊടുക്കണ്ട എങ്കിൽ തന്നെയും നമ്മൾ പ്രവർത്തനയിൽ കൂടെ ഒരു ആത്മാവിന് രക്ഷിക്കപ്പെടണമല്ലോ. അങ്ങനെ ഒരു ചിന്ത എന്നെ ഭയങ്കരമായിട്ട് ആത്മഭാരം അലട്ടുമായിരുന്നു. അത് ഇന്ന് വന്ന് കുഞ്ഞു പ്രായം പോലെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സ് വളരെ ഭാരപ്പെടും. ദൈവമേ, ഗ്രാമത്തിലൊക്കെ പോകുമ്പോ എല്ലാരും വരുന്നുണ്ട്, പാട്ട് കേൾക്കും, എല്ലാരും പ്രാർത്ഥിപ്പിക്കും. പക്ഷെ സൺഡേ ആരും വരുന്നില്ലല്ലോ. അപ്പൊ കാരണം അത് പിശാചിന്റെ കോട്ടയിൽ നിന്ന് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് വരിക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. നാട്ടിലെ സിറ്റുവേഷൻ അല്ല നമുക്കിവിടെ നോർത്തിൽ എന്ന് പറയുമ്പോൾ. കാരണം അവരിങ്ങനെ പൂജയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങള്, ചെറിയൊരു രോഗം വന്നാൽ പോലും അവർ ഡോക്ടറിനെ കാണുന്നതിന് മുമ്പേ ആദ്യം പോകുന്നത് ഈ ആഭിചാരം ചെയ്ത്, ഈ ജാദൂട്ടോണാന്ന് പറയുന്ന ആ പരിപാടിയുടെ അടുത്തോട്ടാ പോകുന്നത്. കയ്യിലും കാലിലും എല്ലാം കറുത്തതും ചുമന്നതും എല്ലാം കെട്ടി അതിനകത്തൂടെ അതിനകത്താണ് അവരുടെ വിശ്വാസം. അപ്പൊ അങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് നമ്മൾ നയിക്കാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. പിശാച് തന്നെ ആദ്യമേ അതിനുള്ള പ്ലാൻസ് എല്ലാം ഒപ്പിക്കും. പിന്നെ നമ്മള് മദ്രാസിൽ നിന്ന് വന്നവരാ, അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് വന്നവരാന്നുള്ള അവർ വേറൊരു കാഴ്ചപ്പാടെയാണ് നമ്മളെ പറ്റിയുള്ളത്. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റി ഒരു തെറ്റായ ധാരണയാണ് അവർക്കുള്ളത്. പൊതുവെ മദ്രാസികൾ എന്ന് പറഞ്ഞ വേറെ രീതിയാണ്. അപ്പൊ ഞാനിങ്ങനെ വളരെ ഭാരപ്പെട്ട, ദൈവമേ എങ്ങനെയാ കർത്താവേ ഇവിടെ ആത്മാക്കളെ നേടുന്നേ, ഈ ആത്മാക്കളെ നീ തന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിന് ഭയങ്കര ഭാരമാണ്. ഞാൻ ഇങ്ങനെ കരഞ്ഞു അതൊക്കെ 3 ദിവസം 7 ദിവസം 10 ദിവസം എല്ലാം ഉപവാസമാണ്. 3 ദിവസമൊക്കെ വർഷങ്ങളോളം ആത്മാക്കളെ നേടുവാനായിട്ട് ഇരുന്ന് ഉപവസിക്കുമായിരുന്നു. അങ്ങനെ വന്ന് അപ്പൊ തുടക്ക സമയത്ത് 7 ദിവസം 10 ദിവസം ഒക്കെ ഇരുന്ന സമയത്ത് ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തില് ഗിറ്റാർ അടിച്ച് അങ്ങ് പാട്ട് പാടാം. ഞാൻ താമസിക്കുന്ന ആ റൂമിനകത്ത് പാട്ട് പാടാം. അങ്ങനെ ഞാൻ എന്റെ ഗിറ്റാർ അടിച്ച് പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴത്തേന് അയൽവക്കത്തുള്ള കുറച്ച് പിള്ളേര്, ഒരു 5ഉം 10ഉം 12ഉം വയസ്സുള്ള ഒരു 8-10 പിള്ളേര് വന്ന് എന്റെ കഥകെ നോക്കിയത് മുട്ടി. ഞാൻ പെട്ട് തുറന്നു നോക്കിയപ്പോഴത്തേനും കുറച്ച് പിള്ളേര്, എനിക്ക് വലിയ സന്തോഷമായി. കാരണം അതുവരെ ആരും വരുന്നില്ലല്ലോ, ആരും വീട്ടിൽ വരുന്നില്ല. ഞാൻ പിള്ളേരെ ഇരുത്തി വലിയ കാര്യമായിട്ട് അറിയാവുന്ന ഹിന്ദിയൊക്കെ പറഞ്ഞു അവർക്കും വലിയ സന്തോഷം. കാരണം ആന്റി എന്നുള്ള വിളി അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. വന്നപ്പോൾ നമ്മൾ സാധാരണ പിള്ളേർക്ക് കൊടുക്കുന്ന ടോഫിയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് ഞാൻ എന്നിട്ട് എന്റെ മമ്മി എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ഒരു ചെറിയ പാട്ടുണ്ട്. ഹം ബഡേ ചലേ ഹം ഡരേ നഹി ഹം ഈശു കെ സന്താൻ ഹെ ബതലാ ദേംഗേ ദുനിയാ കോ ഹം പ്രഭു ഈശു ക്രിസ്തു മഹാൻ ഹെ എന്ന ചെറിയൊരു കോറസ്. കൊച്ചു പിള്ളേരല്ലേ, വലിയ പാട്ട് പഠിപ്പിക്കാനും പറ്റില്ലല്ലോ. കാരണം ഈ പിള്ളേർ സ്കൂളിലും പോകുന്നല്ലോ. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഈ പാട്ട് പിള്ളേരെ പഠിപ്പിച്ചു. അവര് നല്ല സന്തോഷം ഒച്ച പാടി വലിയ കാര്യമായിട്ട്. ഞാൻ പറഞ്ഞു
മക്കളിനി പൊക്കോ, വീട്ടിലോട്ട് പൊക്കോ, എല്ലാ സൺഡേയിലും 8:30 ആന്റിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആന്റി ഇനി നല്ല നല്ല പാട്ടുകൾ പഠിപ്പിക്കുക, കഥകളൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞു വലിയ സന്തോഷമായിട്ട് അവരെ പറഞ്ഞു കിട്ടും. എന്റെ സിസ്റ്ററെ വലിയൊരു കാര്യമായിരുന്നു അത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സൺഡേയിൽ ആ പിള്ളേര് വന്നു. അപ്പത്തേനും ഞങ്ങൾക്ക് സന്തോഷം, പാസിനും സന്തോഷമായി. അറ്റ്ലീസ്റ്റ് സൺഡേയിൽ ഒരു ആരാധന എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊന്ന് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് പാടും, പ്രാർത്ഥിക്കും, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യം സ്റ്റാർട്ടായി, സഭ അവിടെ സ്റ്റാർട്ടായി. ചൈൽഡ് ഇവാഞ്ചലിസത്തിൽ കൂടെയാണ് സത്യം പറഞ്ഞാൽ ഈ സഭ ഇവിടെ സ്റ്റാർട്ടായത്. അങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പിള്ളേരെല്ലാം സൺഡേയിൽ വരാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ പിള്ളേർ സ്കൂളിൽ പോകുന്നില്ല. കാരണം ഈ എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോഴെല്ലാം എപ്പോ എന്നെ കാണണമെന്ന് ആഗ്രഹം വരുവോ അന്നേരം ഓടി വന്ന് അൺടൈമിലാന്നേലും വന്ന് നോക്കുമ്പോ എനിക്ക് പക്ഷേ പ്രശ്നമൊന്നുമില്ല. കാരണം പിള്ളേരെപ്പം വന്നാലും എനിക്ക് വചനം പറഞ്ഞു കൊടുക്കണമെന്നുള്ള ആ ഒരു ഇതേ ഉള്ളല്ലോ. അപ്പൊ ഞാൻ മക്കളെ വായിരിക്കുന്നതൊക്കെ പറഞ്ഞു, പിന്നെ വർത്താനമൊക്കെ പറഞ്ഞു ഇങ്ങനെ കോമഡി. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പ്രേരിപ്പിച്ചു. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു സ്ലിംഗ് ബോർഡ് വാങ്ങിച്ച് നമുക്ക് ഭിത്തിയെ തൂക്കിയിടാൻ പറ്റുന്ന ബ്ലാക്ക് കളറിലെ സ്ലിംഗ് ബോർഡ് ഉണ്ടല്ലോ, അതെനിക്ക് വാങ്ങിച്ചു തരാമോ? ഞാൻ എന്തായാലും പിള്ളേര് സ്കൂളിൽ പോകുന്നില്ല, അവർക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കാം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അതും അവർക്കൊരു നല്ല കാര്യമല്ലേ, അറ്റ്ലീസ്റ്റ് എഴുതാനും വായിക്കാനും പഠിക്കുമല്ലോ. അങ്ങനെ ഭർത്താവ് എനിക്ക് ഒരു ബോർഡൊക്കെ വാങ്ങിച്ചു. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ ഞാൻ ഈ 1 മണിക്കൂർ പിള്ളേർക്ക് ABCD അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരുടെ പേരൻസിന് സന്തോഷമായി. അപ്പം നമ്മുടെ ചർച്ചിലോട്ട്, നമ്മുടെ വീട്ടിലോട്ട് വിടുന്നതിന് അവർക്കൊരു ഇഷ്ടമായി, ഒരു പ്രതികൂലമില്ല. അങ്ങനെ വന്ന കുഞ്ഞുങ്ങളെ വരാൻ തുടങ്ങി, അവർ പഠിക്കാൻ തുടങ്ങി, നല്ല ഹൈജീന്റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ പെതുക്കെ ദൈവകൃപയല്ല, വളരെ താഴ്മയോടെ പറയട്ടെ, കർത്താവിന്റെ നാമം ആ വീട്ടില് ഹല്ലേലൂയ ഉയർത്തപ്പെടുവാൻ തുടങ്ങി. അതിലും ഭയങ്കര ഒരു കാര്യം എന്ന് പറഞ്ഞ, ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്, ഈ വീട് 18 വർഷമായിട്ട് IPCയുടെ ഒരു വേല നടന്ന ഒരു വീടാണ്. പക്ഷെങ്കില് ഞാൻ പറഞ്ഞില്ലേ, ചില ദേശാധിപ ശക്തികളുണ്ടല്ലോ, സുവിശേഷ വേലയെ മുന്നോട്ട് പോകുവാൻ അനുവദിക്കാതെ രീതിയിൽ തടയപ്പെടുന്നു. അപ്പം ഏത് പാസ്റ്റേഴ്സ് വന്നാലും ആ വീട്ടില് സ്ഥിരപ്പെടത്തില്ല. ഒന്നെങ്കിൽ രോഗം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, സുശേഷ വിരോധികളാലുള്ള പ്രശ്നങ്ങൾ വന്നു, ആ മിനിസ്ട്രി അങ്ങ് സക്സസ് ആകാതെ, നിലനിന്നു പോകാതെ പോകുന്നൊരവസ്ഥയാണ്. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 2001 ആ ഒരു ദിവസം ഞങ്ങൾ കിടന്നുറങ്ങും, വെളുപ്പാങ്കാലം കർത്താവിനെ ഉണർത്തുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഞാൻ ഒരു 2 മണി 3 മണിയായി. പെട്ടെന്നൊരു സ്ത്രീ രൂപം എന്റെ നേരെ വന്നിട്ട് പറയാണ്, ഞാൻ എല്ലാവരെയും ഇവിടെ നിന്ന് ഓടിച്ചു, നിന്നെ ഇവിടെ നിന്ന് ഓടിക്കൂ എന്ന് പറഞ്ഞു. ഭയങ്കര ഒന്ന് വാദിക്കുന്ന ഒരു ശക്തി. ഞാൻ പെട്ടെന്ന് എന്നിട്ട് പ്രാർത്ഥിച്ചു. നേരം വെളുത്ത പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടു, നമുക്ക് പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങൾ ഉപവസിക്കുകയാണ്. കർത്താവേ, എന്ത് അന്ധകാര ശക്തിയാണെങ്കിലും അതിനെ നീ ഹല്ലേലൂയ നശിപ്പിച്ച് ദൈവത്തിന്റെ സഭ പണിയപ്പെടണം. അത് വളരെ 18 വർഷമായിട്ട് ഓരോരുത്തർ വന്നു പോകുക, നിലനിൽക്കാതെ സഭ സ്ഥാപിക്കപ്പെടാതെ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പുറകെ വലിയ അന്ധകാര ശക്തിയുടെ പ്രവർത്തനമുണ്ട്. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പം കർത്താവേ, നിന്റെ വേലയുമായിട്ട് ദൈവത്തിന്റെ ദാസൻ കൈവപ്പോടുകൂടി ഞങ്ങളെ ഈ ദേശത്തേക്ക് അയച്ചെങ്കിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ നിവർത്തിക്കപ്പെടണം എന്നുള്ള കർത്താവിന്റെ സന്നിധിയിൽ വലിയൊരു വാഞ്ച ഞങ്ങളെ വളരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പ്രാർത്ഥിച്ചു. എന്തായാലും ദൈവനാമത്തിന് വേണ്ടി പറയട്ടെ. ദിവസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ഓരോ ദിവസം സഭയിൽ നിന്ന് ആൾക്കാർ വളരാൻ തുടങ്ങി. സഭയിൽ കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ നമ്മുടെ സഭയെ പറ്റി അറിഞ്ഞ്, കാരണം ഈ സ്ഥലം ഇരിക്കുന്നത് ഗോരഖ്പൂർ, നന്ദാനഗർ, കുടാഘട്ട് എന്നൊക്കെ പറയുന്ന എയർഫോഴ്സ് ഏരിയയാണ്. നമുക്ക് പ്ലെയിൻ പോകുന്നത് അങ്ങ് വളരെ അടുത്ത് തന്നെ കാണാം. അത്ര ഒരു 1/2 കിലോമീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ല, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പം എയർഫോഴ്സിന്റെ ഏരിയയാണ്. അപ്പൊ എയർഫോഴ്സിൽ നമ്മുടെ സൗത്തിൽ നിന്നൊക്കെ വരുന്ന ഒത്തിരി കേരളം, കന്നഡ, തമിഴ്നാട്, അതുപോലെ ആന്ധ്ര എന്നൊക്കെ വരുന്ന ഒരു ആരാധനയ്ക്ക് അന്വേഷിക്കുമല്ലോ. അപ്പൊ ദൈവകൃപ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പൊതുവെ ഒരു ന്യൂസ് സ്പ്രെഡായി, സൗത്തിൽ നിന്ന് ഒരു മിഷണറി ഫാമിലി വന്നിട്ടുണ്ട്. അപ്പം ഈ സ്ഥലത്തിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടി. അപ്പം സൗത്തിൽ നിന്ന് എയർഫോഴ്സിൽ വരുന്ന ആൾക്കാർ നമ്മുടെ ചർച്ച തേടി വരാനും തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും ആൾക്കാർ കൂടാൻ തുടങ്ങി. എനിവേ, കർത്താവിന്റെ വേല ദൈവം വളർത്തിക്കൊണ്ടിരുന്നു. 2003 ആയപ്പോഴത്തേനും ചെറുതായിട്ട് സുവിശേഷ വിരോധികൾ ഞങ്ങളോട് പോരാടാൻ തുടങ്ങി. 2003-4 ആ സമയങ്ങളിൽ അപ്പത്തേനും വന്ന് ഒരു ദിവസം ഞങ്ങൾ ഗ്രാമത്തിൽ പോയിട്ട് വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 8 പേര് വന്ന് ഞങ്ങളുടെ കതകെ തട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു. എന്നിട്ടും ദൈവത്തിന്റെ ദാസൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തക്ക സമയത്ത് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് നമ്മുടെ വായി തരും എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ചോദിച്ചു,
ഞാൻ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാ വരുന്നതെന്ന് ഞാൻ അന്വേഷിക്കാൻ വന്നിട്ടില്ല. ബട്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ മര്യാദ ഞാൻ നിങ്ങളെ കയറ്റിയിരുത്തി, ഞങ്ങളുടെ സോഫായിൽ കയറ്റിയിരുത്തി. അതെന്റെ മര്യാദ. ഇവിടെ ഒരു പറച്ചിലുണ്ടല്ലോ, മേമാൻ ഭഗവാൻ കെ രൂപമേ എന്ന് പറഞ്ഞാല് ഗസ്റ്റ് വരുന്നത് ദൈവത്തിന്റെ അത് ആ ഒരു മര്യാദ കാരണം ഞാൻ കയറ്റിയിരുത്തിയതാ എന്ന് പറഞ്ഞപ്പോഴത്തേനും അവരുടെ ആ ക്രൂവൽ രീതിയിലുള്ള ചോദ്യമൊക്കെ അങ്ങ് താന്നു. ശരിയാന്നൊക്കെ പറഞ്ഞ് അവര് ഞങ്ങളെ വളരെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ടെസ്റ്റിമണി പറഞ്ഞു. പാസ്റ്റർ എങ്ങനെ വിശ്വാസത്തിൽ വന്നതും ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവർക്ക് ഒത്തിരി ശാന്തമായി. അതിനുശേഷം ഒരു മാസത്തോളം ഇവര് എല്ലാ സൺഡേയിലും, അപ്പം ഞങ്ങളോട് ചോദിച്ചു ഇവിടെ ആർക്ക് വേണേലും വരാം. പറഞ്ഞു ആർക്ക് വേണേലും വരാം, ദൈവത്തിനെ ആരാധിക്കുക. അപ്പൊ ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ആർക്കും വേണേലും വരാമെന്ന് പറഞ്ഞു. ഇവര് ഒരു മാസത്തോളം വന്നപ്പം ദൈവദാസൻ യേശുക്രിസ്തുവിന്റെ ജനനം മുതല് കർത്താവിന്റെ വരവ്, ന്യായവിധി, ഇതെല്ലാം കർത്താവിന്റെ സന്നിധി അങ്ങ് വചനമായിട്ട് പറഞ്ഞു. അവരെല്ലാം കുറിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അതിനുശേഷം പിന്നെ എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളെ പിന്നെ നമസ്തേന്നേ പറയത്തു, ഞങ്ങളോട് സ്നേഹമായി. പക്ഷെങ്കില് ഞാൻ ആ സമയത്ത് ദൈവത്തിന്റെ സ്ഥലം വളരെ കണ്ണുനീരൊഴുകിയ, കർത്താവേ നിന്റെ വേലവാട്ടാന്നല്ലോ നീ ഞങ്ങളെ ഇവിടെ അയച്ചത്. നമ്മൾ വാടക കെട്ടിടത്തിൽ കിടക്കുന്ന കാരണം വലിയോ മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ നമ്മൾ ഓടിക്കണം, 40 ദിവസത്തിനകം ഇവിടെ നിന്ന് ഓടിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നു കളയുമെന്നും പറഞ്ഞാണ് ഭീഷണി വന്നത്. അപ്പൊ എനിക്ക് വളരെ ഭാരതം, ദൈവമേ കർത്താവിന് വേണ്ടി മാർട്ടിയറാകുന്നതിലോ രക്തസാക്ഷിയാകുന്നതിലോ യാതൊരു ഭയവുമില്ല, സന്തോഷവുമില്ല. ആ സമയം നമുക്ക് സ്വർഗത്തിൽ പോകാം. പക്ഷെ അത് ദൈവത്തിന്റെ ഹിതമെന്ന് നടന്നോട്ടെ. അല്ല, അതുവരെ നമ്മൾ എങ്ങനെ ജീവിക്കണ്ടേ? ഇപ്പം സാധാരണ നമുക്ക് താമസിക്കാൻ വേണ്ടി വീട് ലഭിക്കും, പക്ഷെ ആരാധനയ്ക്ക് ആരും വീട് തരത്തില്ല. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട് തരും. പക്ഷെ ആരാധന എന്ന് പറയുമ്പോൾ, കാരണം ഈ എയർഫോഴ്സിലെ ആൾക്കാരെല്ലാം വീട് വാടകയ്ക്കാണല്ലോ താമസിക്കുന്നത്. അവർ 3 വർഷം കഴിയുമ്പോൾ 4 വർഷം കഴിയുമ്പോൾ അവരങ്ങ് പോകും. പക്ഷെ നമുക്കിവിടെ സ്ഥിരതാമസത്തിന് വേണ്ടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നതല്ലേ കർത്താവെ. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ മനസ്സിൽ വളരെ ഭാരപ്പെട്ടു. ഈ സംഭവം നടക്കുന്നത് 2004 ഫെബ്രുവരി മാസം 22-ാം തീയതി. കർത്താവിന്റെ വിശ്വസ്തം നോക്കണം സിസ്റ്ററെ. കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോ, സ്തോത്രം, 2005 ഫെബ്രുവരി മാസം 23-ാം തീയതി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പറയുന്നു, ഈ ഗോരഖ്പൂരിന്റെ മണ്ണിൽ 2316 സ്ക്വയർ ഫീറ്റ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുവാൻ ദൈവം, സ്വർഗത്തിലെ ദൈവം, സ്തോത്രം, സഹായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അത്ര വിശ്വസ്തനാണ്. ആമേൻ. ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു, ഇവിടുന്ന് കൊല്ലുമെന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവ് ദൈവത്തിന്റെ ആലയം പണിയുവാനായിട്ട്, ഹല്ലേലൂയ, ദൈവപ്രകാരം വഴി തുറന്നു. കർത്താവ് ഞങ്ങളുടെ കയ്യിലന്ന് എല്ലാം കൂടെ ഞാൻ പറയാം, ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നതും കിട്ടിയ ഓഫറിങ് എല്ലാം കൂടെ ഒരു 50,000 രൂപ തന്നെ ഇല്ല അന്ന് ഞങ്ങളുടെ കാര്യങ്ങളിൽ. കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ച്, ദൈവമേ നീ അടികൾക്ക് വേണ്ടി വഴി തുറക്കണമേ. മെയിൻ ചർച്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദാസനോടും കർത്താവ് സംസാരിച്ചു. അവിടുത്തെ വിശ്വാസികളെല്ലാം ഇവിടെ ഹെൽപ്പ് ചെയ്ത് ദൈവകൃപയിൽ അന്ന് ഈ ലാൻഡ് വാങ്ങിക്കാൻ സാധിച്ചു. എന്നെ കേൾക്കുന്ന ദൈവദാസിദാസന്മാരെ, ആരെങ്കിലും നിങ്ങളെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലാകട്ടെ, കർത്താവിനെ പിൻപറ്റിയിട്ട് ദൈവമേ ഞാൻ ഈ വീട് മാറി മക്കാൻ മാലിക്കിന്റെ അവരിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് ദുഃഖങ്ങള്, ഇല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ദുഃഖങ്ങൾ, ആരെങ്കിലും നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സംസാരിക്കുന്നു. സമയം ചിലപ്പം താമസിച്ചിരിക്കാം. ഞങ്ങൾക്ക് അന്നേരം നെസസിറ്റി ആയത് 1 വർഷത്തിനകം തരികയുള്ളൂ. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവേ അറ്റ്ലീസ്റ്റ് സ്വന്തമായിട്ട് ലാൻഡ് ഒരു കൂരി അടിച്ചാണെങ്കിലും നമുക്ക് അവിടെ കിടക്കാവില്ല. ആരും നമ്മൾ ഇവിടുന്ന് ഓടിപ്പോകാൻ പറയത്തില്ലല്ലോ. അങ്ങനെ കർത്താവിന്റെ വിശ്വസ്തത നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. അങ്ങനെ ഈ ലാൻഡ് വാങ്ങി കർത്താവ് വീണ്ടും മിനിസ്ട്രി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ധൈര്യമായി. ഇനിയിപ്പോ അതിനുശേഷം ദൈവകൃപയാൽ പറയട്ടെ, ഇതുവരെയും അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി സുവിശേഷ വിരോധികൾ ഇതുവരെയും ദൈവകൃപയാൽ ഉണ്ടാകാതെ കർത്താവ് സൂക്ഷിച്ചു. കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ നമ്മുടെ ക്രിസ്മസിന്റെ സമയത്താണേലും ഈ ഗവൺമെന്റ് ഇപ്പം നമുക്കറിയാമല്ലോ, നമുക്കെതിരായിട്ടുള്ള ഗവൺമെന്റ്, എന്നാൽ തന്നെയും അവരുടെ പോലീസ്മെന്, ലേഡി പോലീസും ജെന്റ്സ് പോലീസും, അവർ രണ്ട് ഗ്രൂപ്പുകാരും നമ്മുടെ ചർച്ചിൽ ക്രിസ്മസ് സർവീസിന് വന്നു. അത് ദൈവത്തിന് നമുക്ക് നൽകി. നമ്മൾ അവരുടെ ദൈവസ്നേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നു, സ്നേഹത്തോടെ സംസാരിക്കുന്നു, അവർക്ക് ന്യൂ ടെസ്റ്റമെന്റ് കൊടുത്ത് അവരെ റെസ്പെക്ട് ചെയ്ത് ദൈവകൃപയിൽ അവരെ മാനിച്ചു വിടാൻ, ദൈവത്തിന്റെ വചനം കേൾക്കുവാനുള്ള അവസരം ദൈവം അവർക്കും കൊടുത്തു ദൈവത്തിന്റെ ശുശ്രൂഷയിലൂടെ. അങ്ങനെ ക്രിസ്തുവിൽ ഇങ്ങനെ സഭ വളർന്നുകൊണ്ടിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ നമ്മുടെ ലാൻഡിന്റെ അടുത്തായിട്ടുള്ള ഒരു വീട്ടിലേക്ക് വാടകയ്ക്ക് വന്നു. അപ്പൊ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, കർത്താവെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നീ ലാൻഡ് തന്നല്ലോ, നന്ദി കർത്താവെ, അവിടെ ഒരു ആലയം പണിയണം, എന്നാലേ നമുക്ക് വീണ്ടും കർത്താവിന്റെ ആ ഒരു ഫ്രീഡമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളല്ലോ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ഇങ്ങനെ ഇരുന്ന് 2007 ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഓഫറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വിശ്വാസത്തോടു കൂടി പണി തുടങ്ങി.
പണി തുടങ്ങിക്കഴിഞ്ഞ് ഹല്ലേലൂയ, ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഭിത്തി പൊങ്ങി, വാർക്ക ചത്തിടുന്ന സമയമായപ്പോ, അതായത് നമ്മുടെ മേൽക്കൂര ഇടുന്ന സമയമായപ്പോഴത്തേനും ദൈവത്തിന്റെ ദാസൻ എന്നോട് വന്ന് പറഞ്ഞു, കയ്യിലുണ്ടായിരുന്ന സകല പൈസയും തീർന്നു, നമുക്കറിയത്തില്ല എന്ത്. ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോ 2 കാര്യങ്ങൾ തീരുമാനമെടുത്തിരുന്നു. 1, ഒരു മനുഷ്യനോടും കടം വാങ്ങിക്കത്തില്ല. 2, ഒരു മനുഷ്യനോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയത്തില്ല. എന്താവശ്യം വന്നെന്ന് പറഞ്ഞാലും അത് ആ സമയത്ത് കർത്താവിന്റെ സന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഈ കാര്യം വന്നപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നുവരെയും ദൈവം വലിയ നടത്തിയത് മാതാപിതാക്കളോടോ സ്വന്തങ്ങളോടോ ആരോടും ചോദിച്ചിട്ടില്ല ഇതുവരെയും. 2 വീട്ടുകാരും ആൾക്കാർക്ക് അതിനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെ ഇതുവരെയും ഒരു മുട്ടുസൂചിക്ക് പോലും ഒരു മനുഷ്യനോട് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. കർത്താവിന്റെ സന്നിധി പറയുമ്പോൾ കർത്താവ് താൽ. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇത്രയും പറഞ്ഞു, പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന വൈകിട്ടായിരുന്നു, കർത്താവേ, ഈ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ഫോൺ കോൾ നീ തരണേ. ഇപ്പൊ ഞങ്ങൾ 1 ലക്ഷം രൂപ എന്ന ആവശ്യമുണ്ടായിരുന്നു. അത്ഭുതം ഒന്ന് പറയട്ടെ സിസ്റ്ററെ, ഞങ്ങളുടെ ആദ്യത്തെ ഒരു ബിലിവർ ആയിരുന്നു ഹെൻറി ബ്രദർ എന്ന് പറയുന്നത്. നമ്മുടെ ഫാമിലി ആയിരുന്നു. എയർഫോഴ്സിൽ ട്രാൻസ്ഫർ ആയിട്ട് അവർ ഗ്വാളിയറിലേക്ക് പോയി. ഞങ്ങളുടെ ആദ്യത്തെ ബിലിവർ ഞാൻ പറഞ്ഞല്ലോ. സഭ കൂടാട്ടി തുടങ്ങുമ്പോൾ ഞങ്ങള് 2 പേര്, അത് കഴിഞ്ഞ് ഞങ്ങളെ പറ്റിയുള്ള അറിവ് കേട്ട് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്നതോടുകൂടി, അതല്ലാതെ വലിയ വിശ്വാസികൾ എന്ന് പറയും ഈ തമിഴ് ഫാമിലി ആയിരുന്നു വന്നത്. അവരും ബ്രദറും സിസ്റ്ററും ഒരു മോനും, കൊച്ചു കുഞ്ഞായിരുന്നു. അവരിവിടുന്ന് പോയി കഴിഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഈ ചർച്ചിന്റെ പണിയുടെ കാര്യം ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിച്ചു. ഒരു ഫോൺ കോൾ, പ്രാർത്ഥന കഴിഞ്ഞു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഹെൻറി ബ്രദർ ഫോൺ ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരുടെ വിശ്വാസത്തിന് വേണ്ടി പറയുക കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കും എങ്ങനെയൊക്കെയാണ് കർത്താവിന്റെ വഴികളെന്ന് എന്റെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ പറയുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പം ദേവദാസൻ ഫോൺ ചെയ്തു പാസ്റ്റർ എന്തുകൊണ്ട് വിശേഷമൊക്കെ, ചർച്ചിന്റെ പണിയൊക്കെ എന്തായി എന്നൊക്കെ ചോദിച്ചു. ബ്രദറെ, കാര്യങ്ങളൊക്കെ ദൈവം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു. പാസ്റ്ററെ, ഞങ്ങളൊരു ഓഫറിങ് തരാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പം നോർമലി ബ്രദർ 5000 രൂപ 10000 രൂപ ഒക്കെ സാധാരണ അദ്ദേഹത്തിന് ശമ്പളം കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ തരാം, അത്രയും ഞങ്ങളും പ്രതീക്ഷിച്ചുള്ളൂ കേട്ടോ. പാസ്റ്ററെ, 1 ലക്ഷം രൂപ ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. ഞാനും വൈഫും തീരുമാനിച്ചതാണ്, ഗോരഖ്പൂരിലെ ചർച്ചിന് വേണ്ടി നമ്മളൊരു ഓഫറിങ് കൊടുക്കണം. അങ്ങനെ അവര് തീരുമാനിച്ചു, ഞങ്ങൾ അങ്ങോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവേ, നീ എത്ര വിശ്വസ്തര. 1 ലക്ഷം രൂപ ഒന്ന് കുറഞ്ഞു, 1 രൂപ കുറഞ്ഞു, 1 രൂപ കൂടിയുമില്ല. കറക്റ്റ് ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി, കർത്താവിന്റെ ആലയത്തിന് വേണ്ടി കർത്താവ് തന്നു. അവര് 2 പേരും കൂടെ, മോനും കൂടി 3 പേരൂടെ വന്നു. ദൈവത്തിന്റെ വിശ്വസ്തത, അതും എനിക്ക് വളരെ ഒരു അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ കർത്താവിന് കൊടുക്കുന്നത് ഒരിക്കലും അത് കടമായി മാറത്തില്ല. അതിന്റെ എത്രയോ മടങ്ങുകളാണ് ദൈവം വീണ്ടും നമ്മുടെ മടിയിൽ തന്നെ, അതിനകത്ത് പറയുന്നത് പോലെ അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നമ്മുടെ മടിയിൽ തരുമെന്ന് പറഞ്ഞാൽ ലിറ്ററലി ഞാൻ അത് കണ്ടതാണ്. സ്തോത്രം. ഇവര് 3 പേരും കൂടെ വന്ന് 2 ദിവസമായിട്ട് 50,000 രൂപ എടുത്ത് ഞങ്ങളുടെ കരങ്ങളിൽ തന്നു. ഒരു കാര്യം, ഇവര് പൈസ ഞങ്ങൾക്ക് തരാൻ തീരുമാനിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന് ഗവൺമെന്റ് ജോലി കിട്ടുവാൻ യാതൊരു ചാൻസും ഇല്ല. പുള്ളിക്കാരിക്ക് അന്ന് 45-47 അത്ര വയസ്സുണ്ട്. പക്ഷെ പുള്ളിക്കാരി സിവിൽ എഞ്ചിനീയർ പഠിച്ചിരുന്ന സമയത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ പണ്ടങ്ങാണ്ട് ചെയ്തിട്ടിരുന്നതാണ്, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടിരുന്നതാണ്. ഇവര് കാര്യം തീരുമാനിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്ത് പുള്ളിക്കാർക്ക് ഒരു ലെറ്റർ വരുന്നു, നിങ്ങളെ ഗവൺമെന്റ് ജോബിൽ സെലക്ട് ചെയ്തിരിക്കുന്നു, ടെമ്പററി ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു. അവർക്ക് അത്ഭുതം. അത് കഴിഞ്ഞ് ഇവര് 3 പേരും കുടുംബമായിട്ട് വന്ന് ഈ പൈസ ഞങ്ങളെ ഏൽപ്പിച്ചതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോഴത്തേനും വീണ്ടും ലെറ്റർ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച ആ ജോലി പെർമനന്റ് ആയിരിക്കുന്നു. സ്തോത്രം. ഇവിടെ ചർച്ച് ഡെഡിക്കേഷന്റെ സമയത്ത് ഹെൻറി ബ്രദർ വന്ന് സാക്ഷ്യം പറഞ്ഞു. കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവേ, എത്ര വിശ്വാസം. ദൈവത്തിന് വേണ്ടി നമ്മളൊരു ചെറിയ വിരൽ അനക്കിയാല് സന്തോഷത്തോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ എത്ര മടങ്ങാണ്. ഇന്നും ആ സിസ്റ്റർ ജോലി ചെയ്യുന്നു കർത്താവിന്റെ നാമത്തിന് വേണ്ടി. അത്രമാത്രം അദ്ദേഹം പറയാണ്, നമ്മൾ കർത്താവിന് ദൈവം സംസാരിച്ച് നമുക്ക് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അതിന് അനേക മടങ്ങാണ് നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ കഞ്ചൂസ്തരം കാണിച്ചാല് ഒരു ഞെരുക്കം കാണി നമുക്ക് തന്നെയാണ് നഷ്ടം. അതുപോലെ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ കാര്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവനിക്ക്. ഒരു പ്രാവശ്യം എന്റെ മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, സിസ്റ്റർ ഇത് എന്റെ അനുഭവമാകട്ടോ, കുഞ്ഞിന് ഫീസ് കൊടുക്കാനില്ലാതെ ഞാൻ ഭാരപ്പെട്ട സമയത്ത് ഞങ്ങൾ 2 പേരും ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ ആരോടും പറയത്തില്ല. മോൻ എന്നോട് പറഞ്ഞു, മമ്മി ഈ വർഷം എന്റെ പോവായിരിക്കുമല്ലോ. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞേ, ദൈവമല്ലേ അവന്റെ വിശ്വാസത്തിന്റെ വർധനവത്തിന് വേണ്ടി. ദൈവം ഞങ്ങളുടെ റിലേറ്റീവ് തന്നെയാണ്. അവരുടെ വീട്ടിൽ സ്വർഗത്തിൽ നിന്ന് ഫോൺ വിളിച്ച്
എന്റെ കുഞ്ഞിന്റെ ഫീസിന് വേണ്ടിയുള്ള പണം നൽകി അത്രമാത്രം ഈ കാര്യത്തിൽ ഹല്ലേലൂയ കർത്താവിന്റെ ഭയങ്കര വിശ്വസ്തത ഇന്നും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രബീര ജനം ആ സ്വർഗത്തിൽ നിന്ന് ഫോൺ പിടിച്ചു കർത്താവ്. എങ്ങനെ? ആ അതായത് ഞങ്ങള് കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാനായിട്ട് നിൽക്കുക. പിന്നെ ഞങ്ങൾ സ്കൂളിൽ ഇവനെ വിട്ട് ഞങ്ങൾ ഗ്രാമത്തിലോട്ട് പോകും. പിന്നെ ഇവന്റെ സ്കൂൾ ഡിപ്പാർച്ചർ ആകുന്ന സമയത്ത് ഇവനെ കളക്ട് ചെയ്തുകൊണ്ട് പോരാൻ വേണ്ടി ഞങ്ങൾ സ്കൂളിൽ നിൽക്കുക. അന്നേരത്തേന് ഈ അങ്കിൾ മദ്രാസിലുള്ള ഈ ഗിറ്റാർ വാങ്ങിച്ചെന്ന ആ ഫാമിലിയാണ്. ആ അങ്കിളിന്റെ വീട്ടില് അവരുടെ ലാൻഡ് ലൈനില് എന്റെ ഹസ്ബൻഡിന്റെ വോയിസില് ഹലോ ഇങ്ങനെ വിളിക്കുകയാണ് ആരോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും, ഞാനും പാസ്റ്ററും കുഞ്ഞിനെ വിളിക്കാൻ സ്കൂളിൽ നിൽക്കുവാണല്ലോ. അപ്പം അങ്കിളിന്റെ ഫോൺ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നു. അനി ഇപ്പൊ എന്റെ ഫോണിലേക്ക് വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല അങ്കിളെ എന്ന് പറഞ്ഞു. അയ്യോ അനിയുടെ ഒച്ചയില് ഇപ്പൊ എന്റെ ലാൻഡ് ലൈൻ ഒരു കോള് വന്നല്ലോ, ഹലോ സിസ്റ്ററെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കോള് വന്നല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അങ്കിള് ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ പാസ്റ്റർ അന്നേരം ചീഫ് പാസ്റ്റർ മരിച്ചുപോയി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സാംസുന്ദരം പാസ്റ്റർ ഞങ്ങളെ തല കൈവച്ച് ഇങ്ങോട്ട് അയച്ച പാസ്റ്റർ മരിച്ചുപോയി. പാസ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള മന്ത്ലി ഞങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ട് ഞങ്ങൾക്ക് തരുമായിരുന്നു. പക്ഷെ പാസ്റ്റർ മരിച്ചതോടുകൂടി നോർത്ത് ഇന്ത്യൻ മിഷണറീസിനെ കരുതുന്ന ഒരു അവസ്ഥ ഇല്ലാതെയായി മെയിൻ ചർച്ചിൽ നിന്ന്. അപ്പം പിന്നെ ഞങ്ങൾക്ക് മറ്റാരും സപ്പോർട്ട് ചെയ്യാനില്ലല്ലോ. പാസ്റ്റർ പോയതോടുകൂടി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങ് പോകുവാണ്. ദൈവം അങ്ങ് നടത്തി ഓരോ ദിവസം വിശ്വാസത്താലുള്ള ജീവിതം ഒന്നും അങ്ങനെ തന്നെ പോവുമായിരുന്നു. അയ്യോ അവിടുന്ന് വല്ല സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അനിയെന്ന് ചോദിച്ചു. ഇല്ല അങ്കിളേന്ന്. അയ്യോ എന്താ നിങ്ങൾ പറയാതെ ഇരുന്നത്? കാരണം അങ്കിളൊക്കെ നല്ല വെൽ ടു ഡു ഫാമിലിയാണ്. വർഷങ്ങളായിട്ട് ദുബായിലൊക്കെ വർക്ക് ചെയ്തതാണ്. അങ്ങനെ നല്ല കുഴപ്പമില്ലാതെ നമ്മുടെ ഓൺ റിലേറ്റീവ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ ആരോടും പറയത്തില്ല. തീരുമാനമല്ലേ, ദൈവത്തിന്റെ സഞ്ചരിച്ച തീരുമാനത്തെ നമുക്ക് മാറ്റം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അയ്യോ അത് പറയണ്ടായിരുന്നു മക്കള്. ഞങ്ങളിങ്ങനെ നമ്മളെ തന്നെ അങ്ങ് ഒതുക്കി സംസാരിച്ചു. ഉടനെ തന്നെ അങ്കിളുടെ മോൻ ദുബായിലുണ്ടായിരുന്നു. ആ അച്ചായനും ദൈവകൃപ പ്രാർത്ഥനയിൽ കൂടി ലഭിച്ചൊരു ജോലി, ആ ഒരു സന്തോഷം അവർക്കുണ്ട് നമ്മളോട്. നമ്മൾ ആദ്യകാലം ഉപവസിക്കുന്ന സമയത്തൊക്കെ അച്ചായൻ പഠിച്ചിട്ട് ജോലിയൊന്നും ലഭിക്കാതെ ഇരുന്ന ഒരു സമയമായിരുന്നു. അപ്പം പ്രാർത്ഥനയിൽ കൂടി ആ ജോലിയൊക്കെ ലഭിച്ച ആ ഒരു സ്നേഹവും സന്തോഷവും നമ്മളോടുണ്ട്. അത് കാരണം അവര് നമ്മളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കരുതുന്നത്. ഉടനെ തന്നെ പറഞ്ഞ് എന്റെ മോന്റെ പേര് ജോയൽ എന്നാണ്, അവര് നാളെ ഇത് കൊടുക്കണമെന്ന് ഉടനെ തന്നെ അതിന്റെ മണി ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങൾക്ക് എന്തുമാത്രം പൈസ ആവശ്യമുണ്ട് അതിലല്പം കൂടെ കൂടുതൽ കർത്താവ് ഇത്രയൊന്നും നമ്മളൊന്നും പറഞ്ഞില്ല, പക്ഷെ ദൈവം അവരോട് ഇത്രമാത്രം അയക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആ കാര്യം ദൈവം അങ്ങനെ ചെയ്തു തന്നു. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വിശ്വാസം. ഞാനൊരു പാസ്റ്റർ മകളായിട്ട് പാഴ്സണേജ് വളർന്നൊരു കൊച്ച. ഞാൻ ദൈവത്തോടും ദൈവമക്കളോടും എപ്പോഴും നന്ദിയുള്ളവളാണ്. കാരണം ഒരു സുവിശേഷ വേലക്കാരന്റെ ഒരു പാസ്റ്ററുടെ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവം മാത്രമാണ്. ലേവിനുള്ള അവസ്ഥ എന്ന് പറയുന്നത് ആടിന്റെ പാല നമുക്കുള്ളത്, നമ്മൾ മറ്റാരെ നോക്കിയല്ല. അങ്ങനെയാണല്ലോ വചനം പോലും പറയുന്നത്. ലേവിന്റെ അവകാശം ദൈവമാണ്, അത് ദൈവമക്കളിൽ കൂടി ദൈവം തന്നെ. എപ്പോഴും ദൈവത്തോട് ദൈവമക്കളും നന്ദിയുള്ളവളാണ്. കാരണം ഒരു സ്വന്തം മകളെ പോലെ അല്ലെങ്കിൽ ഒരു സ്വന്തം സഹോദരിയെ പോലെ ഞങ്ങൾ ആയിരുന്ന പാഴ്സനേജുകളെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് ഓരോ സഭയിലും നല്ലൊരു കറി വെച്ച് കഴിഞ്ഞാൽ എന്റെ മമ്മിയെ എല്ലാവർക്കും ഭയങ്കര ഒരു പ്രത്യേക ഒരു നേച്ചർ, എല്ലാവരോടും നല്ലൊരു സ്നേഹത്തോടും നല്ലൊരു സൗമ്യതയോടും സംസാരിക്കുന്ന നല്ലൊരു സ്വഭാവമായിരുന്നു എന്റെ അമ്മ. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, നല്ലൊരു കറി വെച്ച് കഴിഞ്ഞാല് തങ്കമ്മയ്ക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവര് അതുപോലെ കൊണ്ടുതരും. അത്രമാത്രം സ്നേഹം ഞങ്ങളോടും ദൈവമക്കളെ കാണിച്ച സ്നേഹം. ഞാനത് അപ്പൊ ചിന്തിക്കുവാണ്, കർത്താവെ, അപ്പം നമുക്ക് വേറെ ആരുമില്ല ഈ ലോകത്തില്ല ഒരു ആശ്രയിക്കാൻ എനിക്കത് വേണം. ചില കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം മിഷണറിമാരെ താങ്ങുന്ന സ്വന്തക്കാരോ ഉള്ള കുടുംബങ്ങളുണ്ട്. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ലഭിക്കണമെന്നില്ലല്ലോ, ഇപ്പം പല രീതിയിലാണല്ലോ. പക്ഷെ ഞങ്ങളുടെ അനുഭവം ഞാൻ പറയാണ്, ദൈവം മാത്രമായിരുന്നു ഞങ്ങൾക്കൊരു ആശ്രയം. സ്തോത്രം. സ്വർഗത്തിൽ എനിക്ക് ആ ഒരു സംഭവം ഇന്ന് ഞാൻ ഓരോ ദിവസവും ഹല്ലേലൂയ ഞാൻ ചിന്തിക്കും, കർത്താവ് ദൈവം എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു, ഈ വേലയെ സ്നേഹിക്കുന്നു. ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഈ നോർത്തിലെ ഭാഷ അറിയത്തില്ല, ക്ലൈമറ്റിന്റെ കാര്യം പറയാൻ ഞാൻ 2000 വരുന്ന സമയത്ത് ചൂട്, കാരണം ഇവിടുത്തെ ചൂട് അറിയാമല്ലോ, എക്സ്ട്രീമാണ്. ചൂടും എക്സ്ട്രീമാണ്, തണുപ്പും എക്സ്ട്രീമാണ്. 2024 മണിക്കൂർ ഒരു 14 മണിക്കൂർ 16 മണിക്കൂർ കറണ്ട് കട്ടാ. ഇവിടെ കറണ്ട് ഇല്ല സിസ്റ്ററെ. പിന്നെ ഞാൻ എന്ത് ചെയ്യും, പിന്നെ ചൂട് സഹിക്കാൻ മേലാതെ വന്നിട്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് കൈയും കാലും ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കുമായിരുന്നു. വെള്ളത്തിനകത്ത് തുണി ഇങ്ങനെ മുക്കിയിട്ട് ശരീരം എല്ലാം പൊതിഞ്ഞു വെക്കുമായിരുന്നു. അപ്പൊ ആരൊക്കെയോ പറയൂ അങ്ങനൊന്നും ചെയ്യരുത്, ആർത്രൈറ്റിസ് ഒക്കെ വരും. അത് പേടിയായി.
കൊതുകെന്ന് പറഞ്ഞാൽ അസഹനീയമായ കൊതുകിന്റെ ശല്യം, പ്രത്യേകിച്ച് ഗോരഖ്പൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതുകിന്റെ ഒത്തിരി അങ്ങനെ ഡിസീസുകളെ ഉണ്ടാകുന്ന ഞാൻ പറയാം. അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ്. അത്രമാത്രം ഇതെല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് ഞങ്ങളെ താങ്ങി, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവ് താങ്ങി. ഏക ഇതേ ഉള്ളായിരുന്നു, കർത്താവ് വല്ലഭിതിനെയും ഒരാത്മാവെങ്കിലും രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ പൈതലായി തീരണം. സ്തോത്രം. അത് കാരണം എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും സുവിശേഷ വേലയിൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, കർത്താവെ ഞാൻ ഇറങ്ങിയാൽ എന്റെ കുഞ്ഞിന്റെ ഭാവി എന്താകും, എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം എന്താകും, എങ്ങനെയായിരിക്കും ഞാൻ മുമ്പോട്ട് പോകേണ്ടത്, അങ്ങനെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. സ്തോത്രം. നിങ്ങളുടെ വിളിയിലും തിരഞ്ഞെടുപ്പിലും നിങ്ങൾ ഉറപ്പുള്ളവരാണെങ്കിൽ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 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 കർത്താവ് എല്ലാ കാര്യങ്ങളും ഏറ്റവും മേത്രമായിട്ട് നടത്തും. സ്തോത്രം. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഞാനത് അനുഭവിച്ചറിഞ്ഞവളാണ്. ഹല്ലേലൂയ. മിഷണറി ജീവിതത്തിൽ നമുക്ക് അനേക ഈ പ്രകാരമുള്ള നമ്മളെ നിരാശപ്പെടുത്താൻ അനേക അവസ്ഥകൾ വരാം. പക്ഷെ ഒന്ന് മാത്രം ചിന്തിക്കുക, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുകളിലേക്ക് ചുറ്റുപോയത്. ദൈവത്തിങ്കിലേക്ക് നോക്കിയാണോ നാം ഇറങ്ങിയത്? ദൈവം പറഞ്ഞിട്ടാണോ നാം ഇറങ്ങിയത്? ദൈവം പറഞ്ഞിട്ടാണോ നാം ഇന്ന സ്ഥലത്തേക്ക് പോയത്? ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, സ്വർഗത്തിലെ കലവറ തുറന്ന് സഹായിക്കും. രോഗത്തിന്റെ അവസ്ഥകൾ, ഞങ്ങൾക്ക് അനേക അവസ്ഥകൾക്ക് പോയിട്ട് വന്നു. ഞാൻ പറഞ്ഞല്ലോ, മോന് 2003 ഉണ്ടാകുന്നത്. 2003 കുഞ്ഞുണ്ടായിട്ട് കൊതുകിന്റെ ശല്യത്തിന്റെ കാര്യം പറയുക. ഈ ജാപ്പനീസ് ഇൻസെഫലിറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം അന്ന് 2005 ഗോരഖ്പൂരിൽ ഉണ്ടായിട്ട് 2000 കുഞ്ഞുങ്ങള് മരിച്ചു പോയതാണ്. അപ്പം ജോലി 2003 ഉണ്ടായി. 2005 ആയപ്പം ഇതുപോലെ തന്നെ ഒരു പരീക്ഷയുടെ അവസ്ഥയിൽ കൂടി ഞങ്ങൾ പോകേണ്ടി വന്നു. അതും ഡിസംബർ 24-25 തീയതികളിൽ. അതിനു മുമ്പ് കുറച്ച് ദിവസങ്ങളായിട്ട് പാസ്റ്റർ ചില ഓഫീസുകാരുമായിട്ട് മദ്രാസിലോ കേരളത്തിലോ ഇവിടെ പോകേണ്ടി വന്നിരുന്നു. അപ്പൊ ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ ഈ പറഞ്ഞ ഹിന്ദി പഠിച്ചൊക്കെ അങ്ങനെ വരുന്നേ ഉള്ളൂ. എനിക്ക് തന്നെ അങ്ങ് ഹോസ്പിറ്റലിൽ പോകാനോ അതിനുള്ള ഒരു ധൈര്യമൊന്നും ആയിട്ടില്ല. ഞാൻ അത്ര ഒരു ഫെമിലിയർ ആയിട്ടില്ല. ഞാൻ ഗോരഖ്പൂരില് പാസ്റ്ററിന്റെ കൂടെ ഇങ്ങനെ പോകുന്ന ആ ഒരു പ്രകൃതി എനിക്കുള്ളായിരുന്നു. അപ്പം ഇദ്ദേഹം പോയ സമയത്ത് തണുപ്പ് സമയമല്ലേ, കുഞ്ഞ് ഭയങ്കര ദുശാഠ്യം പിടിച്ചിങ്ങനെ പറഞ്ഞ പോലെ വെള്ളത്തിൽ കളിക്കില്ലെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ തന്നെ കളിക്കും. ഞാൻ പിന്നെ ഓരോ കാര്യങ്ങളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്ത് സഭയുടെ കാര്യം നോക്കണം, കുഞ്ഞിന്റെ കാര്യം നോക്കണം, എല്ലാം കൂടി ഇങ്ങനെ നോക്കി കുഞ്ഞിന് അങ്ങനെ പനി പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ദൂരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും അറിയത്തില്ല. അങ്ങനെയുള്ള അടുത്തൊരു ഹോമിയോയുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു മലയാളി ഡോക്ടറുമായിരുന്നു. അപ്പൊ പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഹോമിയോയുടെ ഗുളികയൊക്കെ കൊടുത്തു. പക്ഷെ ഈ കുഞ്ഞിനകത്ത് ഈ കൺവെൻഷൻ, ഈ കഫെല്ലാം കൂടെ ഫോമായിട്ട് ഭയങ്കരമായിട്ട് അസുഖം കൂടി. അത് കഴിഞ്ഞ് പാസ്റ്റർ ഒരു 20 ആയപ്പോഴത്തേനും ഇങ്ങനെ വന്നു. ഡിസംബർ 20 ആയപ്പോഴത്തേനും വന്നു. അത് കഴിഞ്ഞ് ഈ ഡിസംബർ 24 ഇവിടെ നിന്നൊരു കുറച്ച് ദൂരം, ഒരു മണിക്കൂർ ദൂരം ദവരിയ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റില് ജീസസ് ഫിലിം കാണിക്കാനായിട്ട് പോയി പാസ്റ്റർ. അപ്പൊ അന്നൊരു ശനിയാഴ്ചയായിരുന്നു 24 രാവിലെ പോകുമ്പോഴും കുഞ്ഞിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, പനി കലശലായിട്ടുണ്ട്, മരുന്നൊക്കെ കൊടുക്കുന്നെങ്കിലും ഞങ്ങളുടെ റെസ്റ്റ്ലെസ് ആയിട്ട് എന്നെ ഇങ്ങനെ ഒരുമാതിരി വന്ന് ഫേസ് ടു ഫേസ് ഇങ്ങനെ നോക്കുക, ഒരു വല്ലാത്ത രീതിയിൽ നോക്കുക, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് പാസ്റ്റർ രാവിലെ പോയി ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി 3:30 ആയപ്പോഴത്തേനും ഫിലിം ഷോ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പപ്പ എന്ന് പറഞ്ഞ് കുഞ്ഞ് പാസ്റ്റർ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ കുഞ്ഞിനെന്തോ ഇറിറ്റേഷൻ വരും. അപ്പൊ എന്നോട് പറഞ്ഞു നീ ഉറക്കാൻ പറയുന്നു. ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോയി ഉറക്കാനോട് വന്നത് കുഞ്ഞിന്റെ 2 കണ്ണും മേളിലോട്ട് പോയി, കൈയും കാലും എല്ലാം അങ്ങ് തിരിഞ്ഞ് ശരീരമെല്ലാം ഒരുമാതിരി ഇങ്ങനെ ഈ ഫിറ്റ്സ് വന്നിട്ട്, കൺവെൻഷൻ നമുക്ക് പനി കൂടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരുമല്ലോ, അതുപോലെ വന്ന് എന്റെ കയ്യോ കുഞ്ഞൊക്കെ മരിച്ചതുപോലെയായി. ഞാൻ പറഞ്ഞേ കുഞ്ഞിനെന്തോ സംഭവിക്കുന്നേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ തന്നെ ശ്വാസം നിലച്ചു. ഒരു സെക്കൻഡ് കൂടുതൽ കാണും. കുഞ്ഞിന്റെ ശ്വാസം നിന്റെ മരിച്ച ശവം പോലെ എന്റെ കാര്യം ഇരിക്കുവോ. പെട്ടെന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് തലേ കൈപിടിച്ച് പ്രാർത്ഥിച്ച് ശ്വാസിച്ച് അപ്പൊ തന്നെ ജീവൻ പെട്ടെന്ന് തിരിച്ചിങ്ങി വന്നു. അപ്പൊ നമ്മുടെ സഭയില് MNS-മാരുണ്ട്, മിലിറ്ററി നഴ്സിംഗ്. ഞാൻ പറഞ്ഞ എയർഫോഴ്സിന്റെ ആർമിയുടെ ഏരിയ ആയത് കാരണം സിസ്റ്റേഴ്സ് ഉണ്ട്. പെട്ടെന്ന് നമ്മുടെ ഒരു വിശ്വാസി സിസ്റ്റർ ആയിരുന്നു. പെട്ടെന്ന് അവരുടെ അടുത്തുകൊണ്ടപ്പോഴത്തേനും ഈ കുഞ്ഞിന് പിന്നെയും രണ്ടാമതും വരുമ്പോ കൺവേർഷൻ എല്ലാം വന്ന് മുഖം എല്ലാം കൂടെ വല്ലാതെ കൂടി. അപ്പൊ സിസ്റ്റർ പെട്ടെന്ന് ഇങ്ങനെ സ്പൂണൊക്കെ വെച്ചിട്ട്, പാസ്റ്റർ ഇത് എപ്പോഴാ സംഭവിച്ചത്, എന്നാ പറ്റിയത്, എന്തെങ്കിലും മെഡിസിൻ വല്ലതും കൊച്ചെടുത്ത് കുടിച്ചോ, പിള്ളേരല്ല വല്ല ബോട്ടിൽ നിന്നൊക്കെ. ഞാൻ പറഞ്ഞ അല്ല സിസ്റ്റർ, ഇങ്ങനെയൊക്കെയാ സംഭവിച്ചത്. അന്നേരത്തിന്റെ പിശാച് ഭയങ്കരമായിട്ട് പണ്ട് ബാധിച്ചെന്ന് പറഞ്ഞ പോലെ. അപ്പൊ എന്റെ മമ്മി മരിക്കുന്നത് ഡിസംബർ 25
എന്നോട് വിശ്വാസം ബാധിക്കുക, നിന്റെ മകന് നിന്റെ അമ്മ മരിച്ചതുപോലെ ഡിസംബർ 25 മരിക്കും, ഞാൻ യേശുവിന്റെ അതാമത് ഭൂവിശ്വാസം എന്ന് പറഞ്ഞ് ശാസിച്ച് വിശ്വാസം. കാരണം അപ്പുറത്തും എല്ലാം ഹിന്ദുക്കളാ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്ന ഇവര് കാണുന്നുണ്ടല്ലോ. ഞാൻ ദൈവം അന്നേരം എനിക്ക് അത്ര സംയമനം തന്നു, ഒരൊച്ചപ്പാടോ ബോളോ കരച്ചിലോ ഒന്നും ഉണ്ടാകാതെ യേശുവിന്റെ രക്തം പറഞ്ഞ് ഞാനിങ്ങനെ നമ്മളത് കൺട്രോൾ ചെയ്ത് പെട്ടെന്ന് എയർഫോഴ്സ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക. കാരണം എയർഫോഴ്സ് ഹോസ്പിറ്റലിൽ നമുക്ക് സിവിലിയൻസിനെ അവർ അഡ്മിറ്റ് ചെയ്യത്തില്ല, കാരണം അത് അവരുടെ റൂളാണ്. ബട്ട് സിസ്റ്റർ ഉണ്ടായിരുന്ന കാരണം പെട്ടെന്ന് എല്ലാം കൊണ്ട് ക്യാമ്പസിന്റെ പിന്നെ ഇത് ഇഞ്ചക്ഷൻ ഒക്കെ കൊണ്ട് കുഞ്ഞിനെ ഉറക്കാൻ നോക്കി. അന്നേരത്തേനും ഈ സിസ്റ്റർ ഞങ്ങളോട് പറയുക, പുള്ളിക്കാരിക്ക് 2 കുഞ്ഞുങ്ങളാണ്, ഒരു മോളും ഒരു മോനും. രണ്ടാമത്തെ മോന് അവന് പൂനായി പറഞ്ഞ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഉണ്ടായി 8 മാസമായി. ഈ ജോലിന് എന്റെ കുഞ്ഞിന് വന്നതുപോലെ തന്നെ കൺവെൻഷൻ വന്നിട്ട് ഇവന് സംസാരിക്കത്തില്ല, കണ്ണെല്ലാം കൂടെ ഒരുമാതിരി വല്ലാതെയായിട്ട് ഒരു വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു. പിന്നെ എപ്റ്റോയിൻ എന്ന് പറയുന്ന മെഡിസിൻ കൊച്ചിന് കൊടുക്കണം, അങ്ങനെയെന്നൊക്കെ കുറെ കാര്യങ്ങൾ പുള്ളിക്കാരി ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഈ സഹോദരി വിശ്വാസത്തിൽ വരാൻ കാരണം ഈ പുള്ളിക്കാരുടെ മകൻ കാരണമാണ്. അപ്പൊ ഞങ്ങൾ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഈ വീട് ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞല്ലോ, അന്നേരം ഞങ്ങൾ 40 ദിവസം പാസ്റ്റർ ഉപവാസം എടുത്തു. ഞാൻ ഭാഗികമായിട്ടിരുന്നു. അപ്പം പുള്ളിക്കാരി ഭയങ്കര റോമൻ കത്തോലിക്ക സ്പിരിറ്റ് ഉള്ള ഒരു സിസ്റ്റർ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ദുബായി വെച്ച് രക്ഷിക്കപ്പെട്ടു. ഗോരപ്പൂരി വന്ന സമയത്ത് ഇതുപോലെ ചർച്ച അന്വേഷിച്ച് നമ്മളുമായിട്ട് കോണ്ടാക്ട് ആയതാ. അതൊരു അദ്ദേഹം പറഞ്ഞു, എന്റെ പാസ്റ്ററെ പുള്ളിക്കാരി ഒന്നിനും അടുക്കത്തില്ല. അപ്പൊ ഞങ്ങളാണേലും എയർഫോഴ്സ് ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ മലയാളീസ് സാധാരണ നമ്മൾ കാണുമ്പോൾ ഒരു സ്നേഹമുണ്ടല്ലോ, മലയാളിയാണല്ലോ എന്തുകൊണ്ടെന്നൊക്കെ വന്ന് സംസാരിക്കുമല്ലോ. പക്ഷെ പുള്ളിക്കാരി 7 അയലൊക്കെ അടുക്കത്തില്ല. ഞങ്ങൾ വെത്തിക്കോസാരെന്ന് പറയുന്നത് പുള്ളിക്കാരി ഭയങ്കര വെറുപ്പാ, കത്തോലിക്കാൻ ഭയങ്കര സ്പിരിറ്റ് ഉള്ള ആളാ. അപ്പത്തേനും അങ്ങനെയുള്ള ആ സിസ്റ്ററിനെ ദൈവം തൊട്ടു. ഹല്ലേലൂയ. അതാണ് ഭയങ്കര. അപ്പൊ 40 ദിവസം ഉപവാസം നടക്കുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഇതുപോലെ വന്ന് പറഞ്ഞു, പാസ്റ്ററെ, ലിസി എന്ന പുള്ളിക്കാരിയുടെ പേര്, പുള്ളിക്കാരി ഇച്ചിരി അയഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കാരണം ഒരു പാസ്റ്റർമാരെയും പുള്ളിക്കാരി, ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെന്ന് കാണുക പോലും മലയാളി പാസ്റ്റർമാർ ആ ഏരിയയിൽ നിന്ന് പുള്ളിക്കാരി ഓടി മാറും. അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ദൈവം തോന്നിച്ച് പാസ്റ്റർ സിസ്റ്ററിനെ വീട്ടിലോട്ട് സിസ്റ്റർ വിളിപ്പിച്ചിട്ടുണ്ട്, അത് സുവിശേഷം പറയണേ എന്ന് പറഞ്ഞു. എനിവേ ഞങ്ങൾ പോയി, ഞാൻ എന്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പത്തേനും ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഈ കുഞ്ഞിനെ ദൈവം വിടുവിക്കും, നിങ്ങളെ വിശ്വസിക്കും. ഇപ്പൊ പാസ്റ്റർ 40 ദിവസം ഞങ്ങൾ ഉപവസിക്ക് വന്നല്ലോ, ദൈവത്താൽ അത്ഭുതം. അപ്പൊ ഞങ്ങൾ നല്ലൊരു കുഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പൈതല്. പക്ഷെ ഇവനീ പറഞ്ഞ പോലെ ഈ മൂകരായ പിള്ളേര് പറയുന്ന പോലെ, അപ്പൊ പുള്ളിക്കാരിക്കും ഇതൊരു ഭയങ്കര ഷെയിമിന്റെ അവസ്ഥയാ, നാണക്കേടിന്റെ അവസ്ഥ. കാരണം ഓഫീസർ റാങ്ക് ആണല്ലോ. ഈ മറ്റു പിള്ളേരൊക്കെ കൂടുമ്പോ കൊച്ചിങ്ങനെ പറഞ്ഞ അവർക്ക് മനസ്സിനൊരു ഭാരം, ഇവനെങ്ങനെയും രക്ഷ ഒരു വിടുതലാകണം എന്ന് അവർക്കും ആഗ്രഹമുണ്ട്. എനിവേ ഞങ്ങൾ അവിടെ ചെന്നു പ്രാർത്ഥിച്ചു. എന്റെ സിസ്റ്റർ അത്ഭുതം എന്ന് പറയട്ടെ, ഒരാഴ്ചക്കകം ആ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി പറഞ്ഞു, പാസ്റ്ററെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു. യേശുവിനെ പറ്റിയുള്ള പ്രവചനം, ഇനി കർത്താവിന്റെ വരവ് മാത്രമേ ഉള്ളൂ ബാക്കി. സ്നാനപ്പെടാതെ ഇരുന്നിട്ട് ഞാൻ നരകത്തിൽ പോകാൻ എനിക്ക് പറ്റത്തില്ല. പുള്ളിക്കാരി അടുത്ത ദിവസം തന്നെ അവധിയെടുത്ത്, അത്ര സ്റ്റോഞ്ച് ബിലീവായിട്ടിരുന്ന സിസ്റ്റർ സ്നാനപ്പെട്ടും ദൈവത്തിന്റെ മകളായി തീർന്നു. അപ്പം ഈ സിസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, ഞാൻ ആ എയർഫോഴ്സ് ഹോസ്പിറ്റലില് ആ റൂമിലിരുന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ സിസ്റ്റർ പറയുന്നു എപ്റ്റോയിൻ മെഡിസിൻ സമയം തെറ്റാതെ 3 നേരം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ നിന്റെ വേലക്കാരിയാ, എന്റെ ബാഗിനകത്ത് ബൈബിളും പാട്ടുപുസ്തകവും ഒക്കെ ആയിട്ട് നടക്കുന്ന യേശു ജീവിക്കുന്ന ദൈവമാ, യേശു വിടിവിക്കുന്ന ദൈവമാ, ഏറ്റവും വലിയ ഡോക്ടർ യേശുവാന്ന് പറയേ, എന്റെ കൊച്ചിന് ഈ 3 നേരം മെഡിസിൻ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പാസ്റ്റർ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, മെഡിക്കൽ കോളേജൊക്കെ റെഫറൊക്കെ ചെയ്തു. ഞങ്ങളെ പെട്ടെന്ന് പുള്ളിക്കാരുടെ കാറെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പൊ പിറ്റേ ദിവസം സൺഡേ ആണ്, ഡിസംബർ 25. പിശാച് വാദിക്കുമ്പോ അന്നത്തെ ദിവസം നിന്റെ മകൻ മരിക്കുമെന്ന്. സൺഡേ ആണല്ലോ. ഞങ്ങളെ അഡ്മിറ്റ് ആക്കിയിട്ട് പാസ്റ്റർ തിരിച്ചു വന്നു. രാവിലെ ഞാൻ ഈ കുഞ്ഞിന്റെ കണ്ണ്, ഇവിടെ മൂക്കില് ഇങ്ങനെ എല്ലാം ട്യൂബുകളാണ്, കംപ്ലീറ്റ് ട്യൂബാണ്. കുഞ്ഞിങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ കൺവെൻഷൻ വരും. അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞു, പിന്നെ ഒരു സൈഡിലോട്ട് ചിരിച്ച് കിടത്തണം, ഇത് ഭയങ്കര ഡിസീസാ, ജാപ്പനീസ് ഇൻസിബിലിറ്റീസിന്റെ സിംറ്റംസ് ഒക്കെയാണ് കാണിക്കുന്നത് പിള്ളേരൊക്കെ. അപ്പൊ എന്റെ മുമ്പിൽ തന്നെ ഈ ഇൻസിബിലിറ്റീസ് പിള്ളേർ എത്ര
കുഞ്ഞുങ്ങൾ മരിച്ചു പോവുക, ശവം എടുത്തോണ്ട് പോവുക. ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ ബൈബിൾ എന്റെ അടുത്തുണ്ട്. ഞാൻ ഈ കുഞ്ഞിങ്ങനെ അബോധാവസ്ഥയെ കിടക്കുന്നു, ഞാനിങ്ങനെ കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. അപ്പൊ തന്നെ റൗണ്ട്സിന് ഡോക്ടർ വന്ന സമയത്ത് എന്റെ ബൈബിൾ കണ്ടിട്ട്, നിങ്ങളൊരു ക്രിസ്ത്യൻ ആണോ? ഇന്ന് നിങ്ങളുടെ തേവാർ, അതായത് നിങ്ങളുടെ ആഘോഷ ദിവസമാണല്ലോ, ഈ കൊച്ചിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം ജീവിക്കുന്നവനെ ദൈവം വിടുവിക്കും എന്നെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു. നമ്മുടെ സഭയിൽ 9:30 മുതൽ 10:30 വരെ ആരാധനയുടെ സമയമാണ്. സ്തോത്രം. ആ സമയത്ത് ഇവരിങ്ങനെ അബോധാവസ്ഥ കിടക്കും, കുഞ്ഞിങ്ങനെ മെഡിസിൻസ് ഒക്കെ കയറുന്ന ട്യൂബ്സിൽ കൂടെ പോവുകയാണല്ലോ. ഞാനിങ്ങനെ കണ്ണ് പ്രാന്തമേ, എന്റെ കണ്ണുനീരുന്നേമേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കണ്ണുനീരൊക്കെ കുഞ്ഞിന്റെ ദേഹത്ത് വീഴുന്നുണ്ട്. സിസ്റ്റർ അത്ഭുതം ഒന്ന് പറയട്ടെ, കറക്റ്റ് 10:30 സമയത്ത്. അപ്പൊ ഇവിടെ ഞാനും കുഞ്ഞും ഹോസ്പിറ്റലിൽ കിടക്കുന്നു. 10-15 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ സഭ ഇരിക്കുന്നത്. അങ്ങനെ 10:30 ഇങ്ങനെ കിടന്ന കുഞ്ഞ് ചാടി അങ്ങ് എഴുന്നേറ്റു. മമ്മി മുझे भूख लग रहा है, खाना दो. എനിക്ക് വിശക്കുന്നു മമ്മി കഴിക്കാൻ. ദൈവത്തിന് അപ്പം യോഗത്തിന് ശേഷം പാസ്റ്റർ വിശ്വാസം, അപ്പം ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ക്രിസ്മസിന്റെ സർവീസ് അങ്ങനെ ചെയ്തൊക്കെ വെച്ച്, അപ്പൊ അതിന് പറഞ്ഞു ഇല്ല പാക്ക് ചെയ്ത്. എല്ലാരും പറഞ്ഞു പാസ്റ്റർ കഴിച്ചിട്ട് പോയില്ല, ഞങ്ങൾ പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ പോയി കഴിച്ചോളാം. അപ്പൊ പാസ്റ്ററിന്റെ മൊബൈലിലെ ഫോണും ചാർജും അങ്ങ് പോയി. ഇടയ്ക്കൊന്ന് എന്നോട് വിളിച്ചു ചോദിക്കാനായിട്ട്. അത് ദൈവത്തിന്റെ ഒരു വിശ്വസ്തതയാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ പരീക്ഷയാണ്. കർത്താവിൽ നമ്മൾ എന്തുമാത്രം ഇടയ്ക്കൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെ കൊച്ചു ശരിയായോ, അതുപോലും ദൈവം അങ്ങ് കട്ട് ഓഫ് ചെയ്തെന്നുള്ളതാണ്. പാസ്റ്റർ യോഗം കഴിഞ്ഞ് ഇങ്ങനെ ഓടി വരുമോ, കുറിച്ച് ഏത് അവസ്ഥയിലാണെന്നുള്ളത്. പാസ്റ്റർ വരുമ്പോ കുഞ്ഞ് മിടുക്കനായിട്ട് ദൈവകൃപയാല് എഴുന്നേറ്റുന്ന കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് ഭയങ്കര അത്ഭുതമായിട്ട്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേനും എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കിടക്കുന്ന ഒരു കുട്ടി ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പൊ 6 മാസമായിട്ട് ഇതേപോലെ സംഭവിച്ചത്. ആ കൊച്ചങ്ങ് എല്ലുപോലെയായിട്ട് ആ കൊച്ചിനെ അതിന്റെ അപ്പൻ ചെകിട്ടത്തടിക്കുന്നു, കൈക്കടിക്കുന്നു, കാലിനടി. ഞാൻ എന്തിനാ ഇങ്ങനെ അടിക്കുന്നത്? അന്നേരം മറ്റേ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവന്റെ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ പോയെങ്കിൽ മാത്രമേ അവനത് ചെയ്യാൻ പറ്റൂ. കാരണം ശരീരം അങ്ങ് ഇതായിപ്പോലെ കൺവെൻഷൻ വന്ന് നമ്മുടെ രൂപമേ അങ്ങ് മാറിപ്പോകുമല്ലേ. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നിങ്ങളുടെ കുഞ്ഞ് എന്ത് സീരിയസ് ആയിട്ട് വന്നത്. ഞാൻ പറഞ്ഞ ദൈവത്തിൽ വിശ്വസിക്കുക. ആ ഒരു എത്ര ബെഡുകളുണ്ട് അവിടെ എല്ലാരും പിന്നെ പ്രാർത്ഥിക്കുവാൻ ഞാൻ അവരോട് സുവിശേഷം. പിന്നെ നെക്സ്റ്റ് ഡേ മൺഡേ ദൈവകൃപ ഞങ്ങളെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കർത്താവ് കുഞ്ഞിനെ ഇന്ന് ഇപ്പൊ ദൈവകൃപയാൽ താഴ്മയോട് പറയട്ടെ, ദൈവനാമോഹത്വത്തിന് വേണ്ടി പറയട്ടെ. ഇന്ന് ഇതുവരെയും ദൈവകൃപയിൽ അങ്ങനെ ടെൻഷൻസ് ഒന്നും ഉണ്ടാകാതെ കർത്താവിനെ സൂക്ഷിക്കുന്നു. 20 വയസ്സ് കഴിഞ്ഞ് സ്തോത്രം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ അവൻ BSc ബയോടെക്നോളജി ബോട്ടണി പഠിച്ചുകൊണ്ടിരുന്നു. കർത്താവിന് വേണ്ടി ദൈവം അവന് കൊടുത്ത താരതകളെ ദൈവം അവനെ പാട്ടിലൂടെയും പ്രസംഗത്തിൽ കൂടെയൊക്കെ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതിലൊക്കെ കർത്താവിനെ ഉപയോഗിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മുടെ ലോകത്തിന്റെ അവസ്ഥകൾ പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് നമുക്ക്. ഞാൻ നിങ്ങളോട് ഇത്തരം കാര്യമായിട്ടൊക്കെ പറയുന്നല്ലോ. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയല്ല. എനിക്ക് 2011 മുതൽ എന്റെ ശരീരത്തില് ഡയബറ്റീസ് കൂടിയിട്ട് 13 വർഷമായി ഞാൻ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ തുടക്കം മുതലേ എന്തെല്ലാം പ്രതിസന്ധികൾ കൂടി പോയി. ഞാൻ അതാ പറഞ്ഞത്, ദൈവത്തിന് നമ്മെ പറ്റിയുള്ള സ്വപ്നങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടാതെ ഒന്നും സംഭവിക്കത്തില്ല. അതെന്റെ ജീവിതത്തിന്റെ അനുഭവം. 2010 അപ്രതീക്ഷിതമായിട്ട് എന്റെ കയ്യിൽ ഒരു മുഴ വന്നു. അതിനൊരു മെഡിസിൻ കഴിച്ചതാണ്. അതിനുശേഷം എന്റെ ശരീരം എന്നെ കണ്ട് ഇപ്പോഴേ ഇരിക്കുന്ന പോലെയൊന്നും അല്ല അന്നിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാല് ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ 4th സ്റ്റേജ്, ശരീരം ഉണങ്ങി കറുത്ത് എന്റെ രൂപമേ അങ്ങ് മാറി. എനിക്ക് എന്റെ കാലിലെല്ലാം സെല്ലുലൈറ്റിസ്, എന്റെ കണ്ണിന് കാഴ്ച വളരെ മങ്ങിപ്പോകുന്നു. എന്നിട്ടൊന്നും എനിക്ക് മനസ്സിൽ പോകുന്നില്ല എനിക്ക് ഷുഗർ ആണെന്നോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ വസ്ത്രമൊക്കെ ഇടുമ്പോൾ എനിക്ക് ഒത്തിരി എന്റെ 10 കിലോ അങ്ങ് കുറഞ്ഞു. ഭയങ്കരമായിട്ട് ഈ ചെസ്റ്റിന് പെയിൻ വന്നു. ഇതെന്തോ എനിക്ക് സംഭവിക്കുന്നത്, എന്തോ വലിയ കാര്യമായ സംഭവിക്കുന്നുണ്ടല്ലോ കർത്താവെ. ചെക്ക് ചെയ്ത് നോക്കിയപ്പോ 569 എന്റെ ഷുഗർ ലെവല്. എന്നെ കണ്ട ഡോക്ടേഴ്സും എന്നെ ചെക്ക് ചെയ്ത്, നിങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കും അറിയത്തില്ല. ഇത് ഭയങ്കര അത്ഭുതം. അപ്പൊ തന്നെ പിശാചി വീണ്ടും ഓരോ രീതി നമ്മളെ മനപ്രയാസപ്പെടുത്താൻ. അപ്പം ആ സമയത്ത് 40-50 വയസ്സിനിടയ്ക്കുള്ള ഒത്തിരി പാസ്റ്റർമാരുടെ വൈഫുമാര് മരിച്ചുപോയി. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി പാട്ട് പാടുന്നവരും കർത്താവിന് വേണ്ടി വളരെ ശോഭിച്ചിരുന്ന ഒത്തിരി പാസ്റ്റർമാരുടെ ഭാര്യമാര് ആ ഒരു യങ് ഏജില്. അപ്പൊ പെട്ടെന്ന് പിശാചി ചിന്തിപ്പിക്കുക, നിന്റെയും പോകാനുള്ള സമയമായി കാണുമായിരിക്കും. ഞാൻ അന്നേരം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്റെ മിനിസ്ട്രി തീർന്നു, എന്നെ ഇങ്ങനെ വല്ലാതെ ആക്കല്ല. മിനിസ്ട്രി തീർന്നെങ്കിൽ എന്നെ അങ്ങ് എടുത്തോ കർത്താവേ. ഞാൻ എന്നാൽ ആവതോളം ഞാൻ ചെയ്തിട്ടുണ്ട്, സത്യസന്ധമായിട്ട് നിന്റെ വേല ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയാകട്ടെ, ഉപവാസമാകട്ടെ, പിന്നെ ഗാന ശുശ്രൂഷയാകട്ടെ, പിന്നെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതാകട്ടെ. നമുക്കറിയാമല്ലോ പാസ്റ്റർമാരുടെ ഭാര്യമാർക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. അപ്പൊ
എപ്പം നോക്കിയാലും ആൾക്കാരാ നമുക്ക് വീട്, അവരെല്ലാം മാന്യമായിട്ട് ശുശ്രൂഷിച്ച് വിട്ടിട്ടുണ്ട്. അത് ഈ ലോകം മൊത്തം എവിടെയൊക്കെ പോസ്റ്റിംഗ് വന്ന് പോയ മനുഷ്യരെല്ലാം പറയും, എല്ലാരും പറയും ഗോരഖ്പൂരിലെ സഭയിലോട്ട് വീണ്ടും വരാൻ എല്ലാരും ആഗ്രഹിക്കുന്നു. അപ്പൊ അവരെല്ലാരും പറയും ഇതുപോലൊരു കുടുംബത്തെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ സത്യസന്ധതയോടെ നിന്റെ വേറെ ചെയ്തത് എമ്മ, എനിക്ക് ആരോഗ്യമില്ലാതെ ഞാനൊരു പാസ്റ്റർ ഭാര്യയായിട്ട് എങ്ങനെ ഇരിക്കും? ആൾക്കാർ വരുമ്പോ അവരോട് സംസാരിക്കണ്ടായോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? അവര് 100 കൂട്ടം പ്രശ്നമായിട്ടായിരിക്കും വരുന്നത് നമ്മുടെ അടുത്തോട്ട്. ഒരു അല്പ ആശ്വാസത്തിന് വേണ്ടി അവരെ കേൾക്കണം. മെയിൻ ചീസ് നമ്മള് ഒരു വ്യക്തിയുടെ പ്രശ്നം കേൾക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ക്ഷമ വേണ്ടിയ ഒരു കാര്യമാണ്. കാരണം നമുക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ടെൻഷൻ നമുക്ക് മറ്റുള്ളവർ പറയാൻ പറ്റത്തില്ല. അവരുടെ ടെൻഷൻ കേൾക്കുക എന്നതാണ് നമ്മൾ ബൈബിൾ കോളേജിൽ പഠിക്കും പാസ്റ്റർ കെയർ ആൻഡ് കൗൺസിലിംഗിന്റെ ഒരു സബ്ജക്ട് തന്നെയുണ്ട്. കേൾക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ വല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവര് പാസ്റ്റർ ആന്റി, ഒരു പാസ്റ്റർ സിസ്റ്റർ എന്ന് പറഞ്ഞു, അയ്യോ അങ്ങനെ പറഞ്ഞിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. തീർന്നെങ്കിൽ എന്നെ വിളിച്ചു. ഞാൻ എന്റെ മരണത്തെ പറ്റി ചിന്തിക്കുന്നുണ്ട് സിസ്റ്ററെ. എന്റെ ശരീരത്തിൽ എനിക്കറിയത്തില്ല, അകത്തുനിന്നൊരു സ്പാർക്ക് പോലെയാണ് എന്റെ ശരീരത്തിൽ എന്തോ സംതിങ്, എന്റെ ബ്ലഡ് വെസൽസിനകത്ത് എന്തോ സംതിങ് ഇങ്ങനെ നടക്കുന്ന പോലെ തോന്നുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി മരിക്കത്തില്ല. അപ്പൊ ആ ദിവസങ്ങളില് കർത്താവിന് ചില കാഴ്ചകൾ, സ്വപ്നം, ഇങ്ങനെ ദർശനങ്ങൾ കാണിക്കുകയാണ്. ഭയങ്കര വെള്ള ചെമ്മരിയാടിന്റെ ഒരു കൂട്ടം, നല്ല പ്യൂർ വൈറ്റ്. ആ വൈറ്റ് ചെമ്മരിയാടിന്റെ മുമ്പില് ഞാനിങ്ങനെ വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് 2 കരങ്ങൾ സ്വർഗത്തിലോട്ട് പൊക്കി ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു സീന് കാണുന്നു. അതുപോലെ തന്നെ ഒരു വെള്ളക്കൊടി എന്നെ ദൈവം കാണിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി ആത്മാക്കളെ നേടാനുണ്ട്. അത് കാരണമായി ഇങ്ങനെ വെള്ളച്ചെമ്മരിയാടെന്ന് പറഞ്ഞ ആത്മാക്കളെയാണല്ലോ കാണിക്കുന്നത്. അപ്പം അത് മനസ്സിലായി. അതുപോലെ തന്നെ 2009 അതിത് വരുന്നതിന് മുമ്പാണ്, മേ ബി കർത്താവിനെ ധൈര്യപ്പെടുത്താൻ വേണ്ടി എന്നെ അത് ഒന്നുകൂടെ ഒരുക്കുന്നതിന് വേണ്ടി ആയിരുന്നായിരിക്കാം, ഏപ്രിൽ മാസത്തില് എന്റെ റൂമിൽ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്ന് എന്നെ സ്പർശിച്ച ഒരു അനുഭവം, ഒരു സൂപ്പർ നാച്ചുറൽ അനുഭവം എനിക്കുണ്ടായി. അപ്പം മേ ബി ചില വിഷയങ്ങളൊക്കെ നമ്മൾ സുവിശേഷ ബന്ധത്തിൽ തന്നെ ഭാരങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവില്ല, ആത്മാക്കൾ ഒത്തിരി കാര്യം. അപ്പൊ നീ ഒന്നും അധൈര്യപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിന് വേണ്ടി ആയിരിക്കാം മേ ബി അങ്ങനൊരു അനുഭവം. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ശരിയാ, കർത്താവിനെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ മരണമല്ല, എനിക്കിനിയും കർത്താവിന് വേണ്ടി ഓടുവാനുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഓരോ ദിവസം പ്രാർത്ഥിക്കാൻ, ഒരു ദൈവമേ, ഓക്കെ നമ്മൾ ഓട്ടം തന്നെയാണ് കർത്താവിന് വേണ്ടി, എന്നാൽ തന്നെ ഇങ്ങനെ ഈ ഒരു രോഗത്തിന്റെ അവസ്ഥ വന്നപ്പോൾ നമ്മൾ ഇച്ചിരൂടെ കർത്താവ് ഇനി ഏത് രീതിയിലാണ് നീ എന്നെ, ഏത് ലെവലിലാണ് നീ എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്? അനേകർക്ക് ഒരു മാതാവായിട്ട്, സഹോദരിയായിട്ട്, എന്നാൽ ഒരു മകളായിട്ട് ഏത് രീതിയിലാണ് നീ എന്നെ മിനിസ്ട്രിയുടെ, കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തുടക്കം ഒരു വാടക കെട്ടിടത്തില്, കൊല്ലുവെന്ന് പറഞ്ഞ വധഭീഷണി, അത്ര വേറൊരു സൈഡില്, അത് കഴിഞ്ഞ് കുഞ്ഞിനുണ്ടായ പ്രയാസം, ഇതിന്റെ എല്ലാം മധ്യത്തില് ഈ ദേശത്ത് ഇവിടുന്ന് നിന്നെ ഓടിക്കുമെന്നാ പിശാചി വാദിച്ചത്. പിശാചും വാദിച്ചു, മനുഷ്യനും വാദിച്ചു. 40 ദിവസം ഓടിക്കുമെന്ന് പറഞ്ഞ് പിശാചി പറഞ്ഞ് നിന്നെ ഇവിടുന്ന് ഓടിക്കുമെന്ന്. അപ്പൊ ഈ വാദങ്ങളുടെ എല്ലാം മധ്യത്തിൽ കർത്താവ് ഇവിടെ ഒരു സഭ സ്ഥാപിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഉപയോഗിച്ചെങ്കിൽ അതിന്റെ പിന്നെ വലിയൊരു അനേക ആയിരങ്ങൾ ഇവിടെ വന്ന് ഇനിയും രക്ഷയുടെ അനുഭവത്തിൽ യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് ഹല്ലേലൂയ വിശ്വസിച്ച് ആരാധിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പം അതിനെതിരെ പോരാടുന്ന ശക്തിയാണെന്നുള്ള ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. മാത്രമല്ല, ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ 4 ചുറ്റും സിസ്റ്ററെ ആഭിചാരമാണ്. നമ്മുടെ കണ്ണിന്റെ മുമ്പിലാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഒരു ആഭിചാരവും അതുപോലെ ദുഷ്പ്രവർത്തികളും നടക്കുന്ന ഒരു സ്ഥലം. പല ദിവസങ്ങളിൽ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ 2 ചെരുപ്പ്, അതുപോലെ മുളക്, അതുപോലെ നാരയ്ക്ക, മുട്ട, ഇതൊക്കെ നമ്മുടെ ക്യാമ്പസിൽ കിട്ടുക. അപ്പം ഭയങ്കരമായിട്ട് നമ്മളെ ഇവിടുന്ന് ഓടിക്കാനുള്ള പിശാച് പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ഇതിന്റെ ഈ അന്ധകാരത്തിന്റെ മേൽ നമുക്ക് ജയമെടുത്ത് ഇവിടെ ദൈവം ഈ സഭ സ്ഥാപിച്ചെങ്കിൽ ഇത് മുഖാന്തരം അനേകർ ഇനിയും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. നീ ഭാരപ്പെടണ്ട എന്നുള്ള ആ ഒരു ധൈര്യമാണ് കർത്താവ് സ്വപ്നങ്ങൾ കൂടി എന്നെ കാണിച്ചത്. അതിന്റെ പൂർത്തീകരണത്തിലോട്ട് ദൈവം ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ കാരണം ഇവിടെ ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ടു വരുന്നത് ചെറിയൊരു കാര്യമില്ല. ഒരു വ്യക്തി വന്നാൽ തന്നെ അവരെ തിരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മനുഷ്യൻ അതിന് നടക്കുകയാണ്. നിങ്ങൾ എന്തിനു പോയി? അങ്ങനെ വലിയൊരു അന്ധകാര ശക്തിയുടെ ഒരു വല്ലാത്തൊരു കോട്ടയുടെ മധ്യത്തിലാണ് ദൈവം ഈ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. ബട്ട് കർത്താവിന്റെ വിശ്വസ്തത, ഞാൻ അതാ പറയുന്നത്, ദൈവം തന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ പറ്റുകയില്ലതിന്റെ അനുഭവമാണ്. നമുക്ക് രോഗങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ, വിശേഷവേളയില് ഇപ്പം അനേക ദേവദാസിദാസന്മാരുടെ അന്ത്യം നമ്മൾ നോക്കുമ്പോഴും കർത്താവിന് വേണ്ടി വളരെ വിശുദ്ധിയോടും വിശ്വസ്തയോടും ഒക്കെ ജീവിച്ച ചില ഒത്തിരിയും കഷ്ടത്തിൽ കൂടെ കുറെ രോഗങ്ങൾ വന്നു, ഇല്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടു. ഞാൻ ദൈവത്തോട് ഒരു ദിവസം ഇങ്ങനെ തന്നെ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാ? കാരണം
അന്ത്യം എല്ലാ മനുഷ്യനും ഉണ്ട്. ദൈവം വെച്ചിരിക്കുന്ന ആയുസ് നമുക്ക് പൂർത്തീകരിച്ച് നമുക്ക് പോകണം. പക്ഷെ നല്ലൊരു അന്ത്യം, ഒന്നും രോഗമില്ലാതെ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് യാക്കോബിന് നല്ലൊരു അന്ത്യം ഇല്ലയോ കർത്താവ് കൊടുത്ത്. യോസേപ്പിനെ കാണത്തില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് നരയോടെ നിങ്ങൾ എന്റെ പാതാളത്തിലേക്ക് വിടും, എന്റെ അന്ത്യം പാതാളത്തിലേക്ക് വിടുവെന്നൊക്കെ മക്കളോട് പോലും പറഞ്ഞ യാക്കോബിനെ അവസാനം യോസേഫ് ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ട് ചൈതന്യം പ്രാപിച്ച് എല്ലാ മക്കളെയും അനുഗ്രഹിച്ച്, അത് ഭയങ്കര കട്ടിലോട്ട് കാല് വെച്ച് പ്രാണനെ വിട്ട്, അത് ഭയങ്കര നല്ലൊരു അന്ത്യം. അങ്ങനെ ലഭിക്കുന്ന മനുഷ്യരുണ്ടില്ലെന്നല്ല. പക്ഷെ അപ്പം എനിക്ക് ദൈവം എന്നെ മനസ്സിലാക്കുന്ന കാര്യം, നമ്മളോടുള്ള പോരാട്ടത്തിന്റെ മധ്യത്തിൽ നമ്മൾ തളർന്നു പോകാതെ ഇരിക്കുക. കർത്താവിന് വേണ്ടി ഓടിയിട്ട് അയ്യോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയാൻ ഇടയാകാതെ, അങ്ങനെ ഇടയാക്കാൻ അഭിലാഷം നോക്കുന്നത്. അത് കാരണമാണ് നമുക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളും പല രീതിയിൽ നമുക്ക് അത് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ആ സമയത്ത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്തങ്ങൾ, ആ സ്വപ്നങ്ങളുടെ പൂർത്തീകരണം ഒരു ദിവസം നടക്കും എന്നുള്ളത്, അതിൽ നാം ധൈര്യപ്പെട്ട് കഴിഞ്ഞാൽ സ്തോത്രം, പിശാചിനെ അവിടെ ജയിക്കുവാൻ ഒരിക്കലും അനുവാദം ദൈവം കൊടുക്കുകയില്ല. ഹല്ലേലൂയ. കാരണം ഇയ്യോബാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തരവെന്ന് പറയുന്നത്. ഇയ്യോബ്, ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇയ്യോബിന്റെ അന്ത്യം നോക്കിക്കേ. ഇയ്യോബിനെ തകർക്കാൻ വേണ്ടി തന്നെയാണ് പിശാച് ആ പ്ലാൻ എല്ലാം ചെയ്തതല്ലേ. ദൈവം പോലും സാക്ഷ്യം പറഞ്ഞൊരു വ്യക്തി, ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയില്ല, നേരുള്ളവനില്ല. എന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി. എന്നാൽ ഇയ്യോബ് അവിടെയും ആമേൻ, എന്റെ ദൈവം അവനെ ഞാൻ നേരിൽ കാണും. ഹല്ലേലൂയ. ദേഹസഹിതനായി ഞാൻ കാണും. ഈ ചൊറിയും ചിറങ്ങും പിടിച്ച ശരീരം കൊണ്ടല്ല ഞാൻ കാണുന്നത്. രൂപാന്തരപ്പെട്ട ശരീരത്തിൽ, വിടുവിക്കപ്പെട്ട ശരീരത്തിൽ എന്റെ ദൈവത്തെ ഞാൻ മുഖാമുഖം കാണും എന്നുള്ള ആ ഒരു വിശ്വാസമായിരിക്കാം പതുക്കെ കർത്താവ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുത്തി വീണ്ടും നന്മകൾ കണ്ട് നല്ല കാലസമ്പൂർണനായിട്ട് അന്ത്യം പ്രാപിച്ചു. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ ഇങ്ങനെയുള്ള പ്രതിസന്ധി അത് നാം തകർന്നു പോകാതെ, എന്റെ അനുഭവം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിയമേ എനിക്ക് ഇങ്ങനെയുള്ള നല്ല അന്ത്യം തന്നെ. കാരണം രോഗം ഒരു ഭാഗത്തുണ്ട്. ഇന്ന് ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട്, രോഗം വന്ന് നമ്മൾ മെഡിസിൻ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ഇതൊക്കെ പറഞ്ഞു, കാരണം ഡയബറ്റീസ് അല്ല, എനിക്ക് സെല്ലുലൈറ്റിസ് വന്ന ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീര ഷുഗർ കൂടുക. ഞാൻ പറഞ്ഞു ദൈവം എന്നെ പിടിക്കും. അപ്പൊ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു അങ്ങനെ ശരിയാ, വിശ്വാസം നല്ലതാണ്, ബട്ട് ചില മെഡിസിൻസ് നമ്മൾ എടുത്തില്ലെങ്കിൽ പിന്നെ അത് വേറെ ഭയങ്കര വേഴ്സായി മാറും, ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും. സെല്ലുലൈറ്റിസ് വന്നിട്ട് ഇച്ചിരി വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പിന്നെ മെഡിസിൻ എടുക്കാതെ പറ്റത്തില്ല. എന്നാൽ ഞാൻ ചെയ്ത് പ്രാർത്ഥിക്കും, ദൈവമേ നീ എന്നെ ഏൽപ്പിച്ച, നീ എന്നെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു അന്ത്യം പ്രാപിക്കാൻ സ്വസ്ഥതയോടെ ദൈവത്തിന്റെ സ്ഥലത്ത് ഒന്നുകിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെ പാടിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെ ഉറക്കത്തിലോ എങ്ങനെയായിരുന്നു പറഞ്ഞത് നല്ലൊരു അന്ത്യം തന്നെ നമുക്കും ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം ഒത്തിരി കഷ്ടപ്പെടാതെ, നിറയിക്കാതെയും വേദനിക്കാതെയും ദൈവമേ വേല ഏൽപ്പിച്ച വേല സന്തോഷത്തോടെ ചെയ്ത് സ്വർഗത്തിൽ എത്തുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയായിരിക്കാം അത്. കാരണം നമ്മൾ എത്രമാത്രം ചെയ്യുക, കർത്താവിന്റെ വാഗ്ദത്തത്തിൽ നാം മുറുകെ പിടിക്കുക. സ്തോത്രം. ഇന്ന് ഞാൻ പറയട്ടെ, വളരെ താഴ്മയോടെ പറയട്ടെ, സ്തോത്രം, ഇത്രയും പ്രതിസന്ധികളുടെ മധ്യത്തില്, ഇത്രയും പ്രതികൂലങ്ങളുടെ മധ്യത്തില്, ഇത്രയും വെല്ലുവിളികളുടെ മധ്യത്തില് ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നല്ലൊരു സഭയെ ദൈവം ഇവിടെ കെട്ടിപ്പടുത്തു. സ്തോത്രം. നല്ല മനോഹരമായ ഒരു ആലയം തന്നു. ഞാൻ പറയട്ടെ, ഇവിടെ വന്ന ഒരു വ്യക്തികൾ പോലും വിവിധ മതസ്ഥരായ ആൾക്കാരാണ്. അവര് ദുരാത്മാക്കൾ പിടിച്ചവര്, രോഗികള്, വർഷങ്ങളായിട്ട് വിവാഹം കഴിച്ച കുഞ്ഞുങ്ങളില്ലാതെ അവര് പ്രാർത്ഥന 20,000 രൂപ വരെ ഈ മന്ത്രവാദത്തിന് കൊടുത്ത് താബിജ് കെട്ടിക്കൊണ്ട് വന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. സിസ്റ്ററെ, ഇവിടെ കുഞ്ഞുങ്ങളില്ലാതെ വളരെ ബുദ്ധിമുട്ട് അവർക്ക് അവരുടെ ഗ്രാമത്തിൽ ജീവിക്കാൻ. 20,000 രൂപയാണ്. ഞാൻ പറഞ്ഞു യേശുവിനെ അത് മുറിച്ച് വേസ്റ്റ് ബാസ്കറ്റിലോട്ട് ഇടുക. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞിന് വേണ്ടി 2-3 കുഞ്ഞുങ്ങൾ, ലക്ഷങ്ങൾ പൈസ കൊടുത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. അങ്ങനെ എത്ര അത്ഭുതങ്ങളാണ് ദൈവം യേശുവെന്ന നാമത്തിൽ കൂടെ ചെയ്ത്. എനിക്കിത് ഓരോ സ്നാനം നടക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഓരോ സ്നാനം നടക്കുമ്പോഴും എന്റെ കണ്ണുനീര് സന്തോഷാസ്ത്രങ്ങൾ ഞാൻ കർത്താവേ ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു. പിശാചും ബാധിച്ചു, മനുഷ്യനും ബാധിച്ചു. ഹല്ലേലൂയ. ആ ഇടത്ത് കർത്താവേ നിന്നെ സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുവാൻ യേശു മാത്രമാണ് ജീവിക്കുന്ന ദൈവം കൽപ്പനയേൽക്കുന്ന ആ ദിനം എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുമായിരുന്നു. കർത്താവേ അതിനുവേണ്ടിയാണല്ലോ നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആ കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോ ഒരു സമയമുണ്ടായിരുന്നു, ഒരു ഡ്രൈ പീരീഡ് പോലെയായിരുന്നു. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദേവദാസദാസന്മാർ അനേകർ ഇതിനകത്തുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ അയച്ചിട്ട് ദൈവം ഒരു എന്താ പറയുന്ന ഒരു കറക്റ്റ് പ്ലേസിൽ ദൈവം അയക്കുവാണ്. വർഷങ്ങൾ വർക്ക് ചെയ്തു, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്ത് കാണും. ഹല്ലേലൂയ. സ്വന്തം ശരീരത്തെ പോലും നോക്കാതെ ഓട്ടത്തോടോട്ടം, ശുശ്രൂഷ, പ്രാർത്ഥന, ഉപവാസം എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്ന പോലുള്ളൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കാതെ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നു.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ സംസാരിക്കുന്നു, ഭാരപ്പെടണ്ട. ഞാനും അവസ്ഥ കൂടെ പോയത്, ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ആരും ഇല്ലായിരുന്നു, പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങി, അതിനെ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി പിശാച് വേറെ രീതികൾ ചെയ്തു, പല രീതിയിലുള്ള പ്രതിസന്ധികൾ വന്നു. പിന്നെ ഈ പറഞ്ഞ അതാണ് അവർ, നിങ്ങൾ ക്രിസ്ത്യാനിയാവുകയാണോ, നിങ്ങൾക്ക് പല രീതിയിലുള്ള ചോദ്യങ്ങളാണ്, മനുഷ്യനെ പുറകോട്ട് വലിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഈ പൊതുജനത്തിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി വരുന്നവർ പിന്നെ വരത്തില്ല, ഒരാഴ്ച വരുവാന്ന് പിന്നെ 4 ആഴ്ച വരത്തില്ല. അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു നമ്മുടെ ഭാരം, നമ്മളെ ചിന്തിക്കുന്നത് എന്തുവാ, ഓരോ ദിവസവും സഭ വളരണം, പുതിയ പുതിയ ആത്മാക്കൾ വരണം, ഒരു പുതിയ ആത്മാക്കളെ കാണും, നമുക്ക് സന്തോഷമാണ്. അപ്പൊ ഒരാഴ്ച 10 പേര് വന്നെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച 2 പേരെ കാണത്തുള്ളൂ. അങ്ങനെ വീണ്ടും നമ്മുടെ ഹൃദയം ഭാരപ്പെടും, ദൈവം ഇതെന്തോ. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാം കർത്താവിനോട് ഇങ്ങനെ, ദൈവം എന്തോ, ദൈവം നീ അയച്ചൊരു ഉദ്ദേശം നിറവേറ്റണം. ആ ഒരു ഡ്രൈ പീരീഡ് മാറിയിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് ഹോള് നിറച്ച ആത്മാക്കള്. അപ്പൊ ഞാൻ ചിന്തിക്കും, പോസ്റ്റിംഗ് പോയ ഒത്തിരി പേരുണ്ട്, അവര് 3-4 വർഷം കഴിയുമ്പോൾ പോകും. അല്ലാതെ അവരെല്ലാവരുടെ കൂടുവാണെന്നുണ്ട്. അയ്യോ, ഗോരഖ്പൂർ എയർഫോഴ്സിൽ വന്ന് രക്ഷിക്കപ്പെട്ടവരും നമ്മുടെ ചർച്ച മൂലം രക്ഷിക്കപ്പെട്ടവർ അനേകരുണ്ട്. കുടിക്കുന്നവര്, അതുപോലെ അറിയാമല്ലോ, എയർഫോഴ്സ് ആർമിയിലൊക്കെ ഇവർക്ക് ഡ്രിങ്ക്സ് കിട്ടുമല്ലോ, ഈ ഇതൊക്കെ കിട്ടും. അങ്ങനെ ഭാര്യമാരെ ഒറ്റയ്ക്ക് വിശ്വാസി വന്നവര്, അവർ പ്രാർത്ഥിച്ചു, സിസ്റ്ററെ പ്രാർത്ഥിക്കണം, കുടുംബമായിട്ട് കർത്താവിനെ ആരാധിക്കാൻ, അങ്ങനെ അവരുടെ ഭർത്താക്കന്മാരെ രക്ഷിക്കപ്പെട്ടവർ, അങ്ങനെ അനേക രീതിയിൽ. എല്ലാവരുടെ കൂടെ ഇന്ന് ഇരിക്കാൻ ഇവിടെ സ്ഥലം കിട്ടത്തില്ല, അതുപോലെ ആത്മാക്കളെ ദൈവം തന്നു. ഇന്ന് ഹോള് നിറച്ച് ഓരോ സൺഡേയിലും പുതിയ പുതിയ ആത്മാക്കൾ വരികയും, രോഗികൾ, ഹല്ലേലൂയ, സ്തോത്രം, വിടുതൽ പ്രാപിക്കുന്നു, പാപികൾ മാനസാന്തരപ്പെടുന്നു. ദുഷ്ടാത്മ കഴിഞ്ഞ ആഴ്ചയിലും 2-3 ഭൂതങ്ങളൊക്കെ ഇവര് പൂജ ചെയ്യുന്ന ദേവീദേവന്മാരെ ഇവരെ ഇട്ടുകൊണ്ട് ഈ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്, വല്ലാതെ ഉരുളുക, എന്തെല്ലാം കാണിക്കുന്നത്. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച്, അവർക്ക് യേശുവിന്റെ നാമം പറയുമ്പോ അത് വിട്ടുപോകുന്ന അത് ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ, അത് കണ്ട് ആമേൻ, നമ്മുടെ വിശ്വാസം കൂടെ വർദ്ധിക്കുവാൻ നൂറുകണക്കിന് ആത്മാക്കൾ ഇന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷ വേലയില്, അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് റിസൾട്ട് ഇല്ലല്ലോ എന്ന് ഭാരപ്പെടുന്നെങ്കിൽ ഭാരപ്പെടേണ്ട, സ്തോത്രം, നിങ്ങളെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ചിലപ്പോ ഒരു വ്യക്തിയുടെ ഒരു ഹല്ലേലൂയ ഒരു വിടുതലായിരിക്കാം, ഒരാത്മാവിന്റെ വിടുതലായിരിക്കാം, അത് സ്വർഗത്തിൽ വളരെ പ്രതിഫലം തരുന്നതാണ്. ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. നിങ്ങൾ തിരഞ്ഞെടുപ്പും വിളിയും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഭാരപ്പെടേണ്ട. ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ, സ്തോത്രം, നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം, ഹല്ലേലൂയ, നാം നനയ്ക്കുന്നതിലും അധികമായിട്ട്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായിട്ട്, സ്തോത്രം, ക്രിസ്തുവിന്റെ വേലയിൽ അവൻ നമ്മളെ ഉയർത്തും. ദൈവത്തിന്റെ പദ്ധതി നമുക്ക് അറിയത്തില്ല സിസ്റ്ററെ. ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണെന്ന് നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. നമുക്ക് ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ, നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ഷമത, അത് ഭയങ്കര ഒരു കാര്യമാണ്. ചിലപ്പം ചില കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, സ്ഥലം ലഭിക്കുക പെട്ടെന്നായിരുന്നു. 1 വർഷത്തിനകം ദൈവം തന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ആത്മാക്കൾ വരാൻ ഒരു 24ാമത്തെ വർഷമാണ്. ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ദേവദാസൻ ഇങ്ങനെ, അതും ബീഹാർ ഏരിയയിലാണ് വേല ചെയ്ത് 12 വർഷത്തോളം വേല ചെയ്തിട്ട് ഒരാത്മാവ് പോലും രക്ഷിക്കപ്പെട്ടില്ല. അതെന്തൊരു ദുഃഖമാന്ന് നോക്കിക്കോണേ. അങ്ങനെ വന്നപ്പോ അദ്ദേഹത്തെ അയച്ച ആ ഇൻസ്റ്റിറ്റ്യൂഷനോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യുക. അവർ സപ്പോർട്ട് അയക്കുന്നുണ്ട്, വീട് വാടക അയക്കുന്നുണ്ട്, കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് അവരെ ഞാൻ കളിപ്പിക്കുവാണല്ലോ എന്നുള്ള ഒരു ഭാരം അദ്ദേഹത്തിന് കയറിയിട്ട് പുള്ളി ഒരു ലെറ്റർ എഴുതി, ഞാൻ ഇനി ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ തിരിച്ചു പോരുവാന്ന് പറഞ്ഞു. അത്ഭുതമൊന്നും, ഞങ്ങളുടെ മിഷണറി മീറ്റിംഗ് ഞങ്ങൾക്ക് പ്രചോദനം തരാൻ വേണ്ടി ആ ദേവദാസൻ പറഞ്ഞതാണത്. നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടരുത്. അദ്ദേഹം ആ ലെറ്റർ പോസ്റ്റും ചെയ്തു. അപ്പം പോസ്റ്റ് ചെയ്ത ഓഫീസിൽ ചെന്നപ്പോ തന്നെ അവർക്കറിയാം ഈ മനുഷ്യൻ സത്യസന്ധമായിട്ട് ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പാവം, ആ മനുഷ്യന്റെ ആത്മാർത്ഥത, സത്യസന്ധത കാരണമല്ലേ ഇങ്ങനെ എഴുതുന്നത്. ചെന്നു, ഒരാഴ്ചക്കകം ഒരു ദിവസം വൈകിട്ട് ഒരു 12 പേര് അദ്ദേഹത്തിന്റെ വീട് വന്ന് നോക്ക് ചെയ്ത് മുട്ടി, പാസ്റ്ററെ ഞങ്ങൾക്ക് സ്നാനം വേണം. ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് വലിയതാണ് എന്ന് പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിച്ചു. ഞാനിങ്ങനെ വളരെ ഭാരപ്പെട്ടിട്ട്, കർത്താവേ ഇല്ലല്ലോ വരും, ഒരാഴ്ച വന്ന് 4 ആഴ്ച ഇല്ലെങ്കിൽ എന്തൊരു ദുഃഖമാ. ഇന്ന് ഹോള് നിറച്ച ആത്മാക്കളെ ദൈവവേല ചെയ്ത് ദൈവദാസിദാസന്മാർ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. ഭാരപ്പെടണ്ട. നിങ്ങൾ ഏത് രീതിയിലാണ് കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കുക, വെയിറ്റ് ചെയ്യുക. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തത്തിനോട് 25 വർഷം വെയിറ്റ് ചെയ്തു. സ്തോത്രം, ചെറിയ കാര്യമല്ല. ആമേൻ. യോസേഫിനോട് പറഞ്ഞ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് 13 വർഷം വെയിറ്റ് ചെയ്യണം. ഞാനതാ ചിന്തിക്കുന്നത്. ദൈവം എന്നെ കാണിച്ച്, കർത്താവെ, ഗ്രൂപ്പ് ഓഫ് ഫ്ലോക്ക്, അതായത് വെള്ള ചെമ്മരിയാടിന്റെ കൂട്ടം, അതിന്റെ ആ ഒരു കൊയ്ത്തിന്റെ ദിനം. അതാണ് വചനം പറഞ്ഞത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. കറ്റ ചുമന്നും, അല്ലെങ്കിൽ കരഞ്ഞും കൊണ്ട്, വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും
ആർത്തും കൊണ്ട് വരുന്നു. ഹല്ലേലൂയ. വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോ ഒരു കരച്ചില, ഭയങ്കര ദൈവമേ ആത്മാക്കളെ തരണേ, എപ്പൊ നോക്കിയാലും കണ്ണുനീരേ ഉള്ളൂ. ഞങ്ങളുടെ ചർച്ച വിശ്വാസികള് പാസ്റ്റർ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്നാ ചോദിക്കുന്നത്. പാസ്റ്റർ എന്തിനാ ഇങ്ങനെ കരയുന്നത്, പാസ്റ്റർ എന്തിനാ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, മക്കളെ, അത് കാരണമല്ലേ നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടത്, അത് കാരണമല്ലേ നിങ്ങളൊക്കെ യേശുവിനെ അറിയാൻ പറ്റിയത്. ആ ഒരു നമ്മൾ വിത്ത് കരഞ്ഞുകൊണ്ടാണ് നമ്മൾ കർത്താവെ ഇതിന്റെ ഒരു ഫലം 30, 60, 100 മേനി കർത്താവെ നീ നൽകണമേ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ദിവസം വരുന്നു, ഹല്ലേലൂയ, കറ്റ് ചുവന്നും ആർത്തും കൊണ്ടുവരുന്നൊരു ഹല്ലേലൂയ ദിവസം. നമ്മളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മളോടും പറയും, എന്ത് പറയും? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസരെ ആ വിളിക്ക് യോഗ്യരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കും. അത് കാരണം ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. നമ്മുടെ എല്ലാ സമയങ്ങളിലും ദൈവം നമ്മളെ ഹല്ലേലൂയ അത്ഭുതകരമായി നടത്തുവാൻ അവൻ വലിയ വിശ്വസ്തനാണ്. ഒന്ന് മാത്രം ചിന്തിക്കുക, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എപ്പോഴും നമ്മൾ ഉറപ്പാക്കുക. ഹല്ലേലൂയ. എന്റെ സാക്ഷ്യത്തിലെ അനേക കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു, എന്റെ അനുഭവം മാത്രമാണ് കേട്ടോ. എന്റെ അനുഭവ സാക്ഷ്യം ഞാൻ ഈ ചാനൽ വരുന്ന അനേക സാക്ഷ്യങ്ങളും എനിക്ക് ഒത്തിരി ബലം. ഞാൻ രോഗത്തിന്റെ അവസ്ഥകളുടെ കാര്യം പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നൊരു സാക്ഷ്യമാണല്ലോ ഷിജി സിസ്റ്ററിന്റെ. ഞാൻ ജോയ് സിസ്റ്ററോട് പറയുകയും ചെയ്തത്, ഞാൻ എന്റെ സഭയിലും മലയാളത്തിലായത് കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ നമ്മുടെ ഈ ടെസ്റ്റ് മണികളൊന്ന് ഡബ് ചെയ്ത് ഹിന്ദി ലാംഗ്വേജിലോട്ട് കൂടെ ആക്കുവാണെന്നുണ്ടെങ്കിൽ എന്റെ സഭയില്, കാരണം അത് വളരെ അനുഗ്രഹമാണ് സിസ്റ്ററെ. ഞാനിത് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ ജസ്റ്റ് ഫോട്ടോസ് കാണിക്കും. ഇത്ര വലിയൊരു എപ്പിസോഡല്ലേ, അത് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ കാര്യങ്ങളെ വ്യക്തിയെ കാണിക്കും, ഇങ്ങനെയുള്ള ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് ഭയങ്കര ഡബിങ് കൂടി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ അനുഗ്രഹമാണ്. കാരണം എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഒരു പുഴു ഇറങ്ങിയ ഇടത്തു നിന്ന് കർത്താവിന്റെ നാമം വന്ന് ഒരു ദേവദാസം വന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ അത് വിടുവിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്ത് വലിയ. അതുപോലെ രോഗസൗഖ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ നമ്മൾ മുഖാന്തരം അനേകർക്ക് ഇത് അനുഭവിക്കപ്പെടുവാനും കർത്താവ് സഹായിക്കട്ടെ. ഈ സഭയിൽ അതുപോലെ അനേകം 2 പ്രാവശ്യം ഓപ്പൺ ഹാർട്ട് കഴിഞ്ഞൊരു സഹോദരി ഞങ്ങളുടെ സഭയിലുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ആ സിസ്റ്റർ ജീവിക്കുന്നത്. ആർമി റിട്ടയർഡ് ഒരു ഫാമിലിയാണ്, അദ്ദേഹം മരിച്ചുപോയി. പുള്ളിക്കാരിക്ക് 2 പ്രാവശ്യം ഓപ്പൺ ഹാർട്ട് കഴിഞ്ഞ് പാരലൈസ് വന്ന്, അതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത്ര ഒരു ശുഷ്കിച്ച അവസ്ഥയാണ്. ഈ കോവിഡ് വന്നു, എന്തെല്ലാം അവസ്ഥകളും പ്രാർത്ഥനയിൽ കൂടി മാത്രമാണ് അവർ ജീവിക്കുന്നത്. അവരെന്നും പറയും, അല്ലെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അവരുടെ കൂടെ ഓപ്പറേറ്റ് ചെയ്ത എല്ലാവരും മരണത്തിൽ കൂടി കടന്നുപോയി, ബട്ട് അവരിന്നും ജീവിക്കുന്നു. നമ്മുടെ നല്ലൊരു സ്ട്രോങ് ബിലീവറാണ്. നേപ്പാളി ഫാമിലിയാണ്, അവരുടെ മകനാണ് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു ജോലിയോട് കൂടി. പറയാൻ കാരണം ദൈവത്തിന്റെ കരമെന്ന് പറയുന്ന അത്ഭുതത്തിന്റെ കരം. ഞാനേ ജീവിക്കുന്ന ഒരു സാക്ഷിയായി ജീവിക്കും. എനിക്കറിയില്ല എത്ര നാൾ കർത്താവ് എനിക്ക് വെച്ചിട്ടുണ്ട്, അത് അതിനെപ്പറ്റി എനിക്ക് ഭാരവുമില്ല. ഞാൻ ഇത്ര മാത്രം, എനിക്ക് ഏക ആഗ്രഹം ഇത്രയേ ഉള്ളൂ, കർത്താവേ ഇപ്പൊ എനിക്ക് 49 വയസ്സ് അതിൽ കൂടെ പോകുന്നു. 49-50 ആ ഒരു ഏജിലാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ 4ാമത്തെ വയസ്സിൽ ദൈവം എന്നെ കൊണ്ട് ഹല്ലേലൂയ സ്റ്റാർട്ട് ചെയ്ത ശുശ്രൂഷ. എന്റെ മാതാപിതാക്കളോട് കൂടി ഞാൻ വളരെ വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, എനിക്ക് യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഒന്നുമില്ല. സ്തോത്രം. എനിക്ക് സംസാരിക്കാൻ പ്രായമായ സമയം മുതൽ എന്നെ എല്ലാവരും പ്രാർത്ഥനയിൽ കൂടെയും അതിന്റെ കൂടിയും പാട്ടിൽ കൂടിയും എനിക്കറിയാവുന്ന രീതിയിൽ എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ച അതെല്ലാം കർത്താവ് ഒറ്റ ലക്ഷ്യം, ഒരാത്മാവെങ്കിലും കർത്താവെ സ്വർഗത്തിൽ ചെല്ലുമ്പം സിസ്റ്ററെ നിങ്ങളന്ന് പറഞ്ഞത് കാരണം ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഞാൻ ഇന്ന് സ്വർഗ്ഗത്തിൽ യേശുവിനോട് കൂടി ആയിരിക്കുന്നു. ആ ഒരു സാക്ഷ്യം കേൾക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ധൈര്യത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതൊരു സംഭവകഥയാണ്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ദൈവഭക്തനായ ഒരു വ്യക്തിയും ആ ഓഫീസിൽ അനേകം വർക്ക് ചെയ്യുന്നു. അതിൽ കൂടി എത്തിസ്റ്റായിട്ട് ദൈവമില്ല എന്ന് പറയുന്ന ഹല്ലേലൂയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം ഈ ദൈവഭക്തനായ മനുഷ്യൻ രാവിലെ ഓഫീസിൽ വരുമ്പോൾ, പഴയ കാലമാണ്, ടൈപ്പ് റൈറ്ററാണ്. ടൈപ്പ് റൈറ്റ് അതെല്ലാം കൈവച്ച് പ്രാർത്ഥിച്ച് ദൈവമേ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റുകളൊന്നും ഉണ്ടാകാതെ എല്ലാം നല്ല രീതിയിലൊക്കെ ചെയ്യണേ, അതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയും ലെഷർ ടൈമിൽ ഇദ്ദേഹം സുവിശേഷം പറയും, കൂട്ട് പ്രവർത്തകരോടൊക്കെ സുവിശേഷം പറയും. അപ്പം ഈ എത്തിസ്റ്റായ നിരീശ്വരവാദിയായ ഈ മനുഷ്യന് ഇയാൾ എങ്ങനെയും ഒന്ന് താഴ്ത്തിക്കെട്ടണം. ഇവൻ എപ്പം വാർത്താനം തുടങ്ങിയാലും സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കാര്യമേ ഉള്ളല്ലോ പറയാൻ, ഇവനെ ഇന്നൊന്ന് കളിയാക്കിട്ടേ ഉള്ളെന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ ഒന്ന് താഴ്ത്തിക്കെട്ടുവാനായിട്ട്, താഴ്ത്തി സംസാരിക്കുവാനായിട്ട് ലെഷർ ടൈമിൽ ഇന്റർവെൽ സമയത്ത് ഇയാളോട്, നീ എപ്പം നോക്കിയാൽ ഈ സ്വർഗം നരകം ഉള്ളല്ലോ നിനക്ക് പറയാൻ. നരകത്തിൽ എന്തുവാ? നരകത്തില് കെടാത്ത തീയും ചാകാത്ത പുഴുവുമാണ്. അവിടെ നിങ്ങൾ എല്ലാവരും പോകരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എപ്പോഴും ഈ സ്വർഗത്തിന്റെ കാര്യം പറയുന്നത്. ശരി. അപ്പൊ സ്വർഗത്തിൽ ചെന്ന് നീ എന്ത് ചെയ്യും? സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പിതാവായ ദൈവത്തിന്റെ പാദത്തിൽ ഞാൻ വീഴും. ഞാൻ ദൈവത്തോട് നന്ദി പറയും. ദൈവമേ,
ഹല്ലേലൂയ, നിന്റെ ഏകജാതനായ പുത്രനെ നീ ലോകത്തിലേക്ക് അയച്ചല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഹല്ലേലൂയ ഇന്ന് ഞാൻ നിന്റെ കൂടെ ആയിരിക്കുന്നത്, ഈ സ്വർഗത്തിലായിരിക്കുന്നത്. ഞാൻ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് ഞാൻ നന്ദി പറയും. ഓ ശരി. അതിനുശേഷം നീ എന്ത് ചെയ്യും? അതിനുശേഷം ഞാൻ യേശുക്രിസ്തുവിന്റെ പാദത്തിൽ വീഴും. സ്തോത്രം. അവിടെ യേശുവിനോട് നീ എന്ത് പറയും? യേശുവിനോട് പറയും, യേശുവേ, പിതാവ് ഇത്ര വലിയൊരു ഒരു ഒരു കാര്യം, ഒരു ജോലിയാണ്. എന്താണ്? ഭൂമിയിൽ ചെന്ന് ഒരു ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തത്തെയും ചൊരിഞ്ഞ് യാഗമായി തീരുക. അത് ഒരു പാപം ചെയ്യാത്ത വ്യക്തിയായി, പാപമില്ലാത്തവനെ പാപിയാക്കുകയായിരുന്നു ചെയ്തത് ദൈവമല്ലേ, നമുക്ക് വേണ്ടിയെല്ലാം. അപ്പൊ ഇത്ര വലിയൊരു കാര്യം പിതാവായ ദൈവം നിന്നോട് പറഞ്ഞപ്പോൾ നീ ഒരു വാക്ക് പോലും തിരിച്ചു ചോദിക്കാതെ ഹല്ലേലൂയ, ആ വലിയ യാഗം, ആ വലിയ ശിക്ഷ, ആ വലിയ ദണ്ഡന, ആ ശപിക്കപ്പെട്ട അവസ്ഥ നീ എനിക്ക് വേണ്ടി നീ സഹിച്ചല്ലോ. നിന്റെ കാൽവരി ക്രൂശിൽ നീ ഒഴുക്കിയ രക്തമാണല്ലോ, യേശുവെന്ന നാമമാണല്ലോ എനിക്ക് ജീവൻ നൽകിയത്, ഈ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കിയത്. അത് കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് ഞാൻ എന്റെ പാസ്റ്ററെ അന്വേഷിക്കും, അദ്ദേഹത്തെ തപ്പും. ഇത്രയും കൊടാനുകൂടി മനുഷ്യരുടെ എവിടെയായിരിക്കും എന്റെ പാസ്റ്റർ തപ്പിപ്പിടിച്ച് ഞാൻ പാസ്റ്റർ നന്ദി പറയും. ഓ അതെന്തിനാ പാസ്റ്ററെ? പാസ്റ്റർ സുവിശേഷവുമായിട്ട് എന്റെ ജീവിതത്തിൽ വന്ന്, എന്റെ വീട്ടിൽ വന്ന്, സഹോദര നിന്നെ ദൈവം സ്നേഹിക്കുന്നു. മനുഷ്യന് ഒരു ആത്മാവേ ഉള്ളൂ, അത് ഒരു ജീവിതം നൽകിയത് ദൈവമാണ്. മനുഷ്യന്റെ ആത്മാവ് മരിച്ചു രണ്ട് സ്ഥലമേ ഉള്ളൂ പോകാൻ, ഒന്ന് സ്വർഗവും ഒന്ന് നരകവും. നീ നരകത്തിൽ പോലെ സഹോദര, നീ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഈ സുവിശേഷം എന്നെ അറിയിച്ചു. ശരി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പാസ്റ്റർ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഞാൻ തപ്പുന്നു. എന്തിനാ? ആ മനുഷ്യനെ, ആ കുടുംബത്തെ ഹല്ലേലൂയ, മിഷണറി ആകട്ടെ, പാസ്റ്റർ ആകട്ടെ, എന്ത് സുവിശേഷ വേലയുടെ ഏത് രീതിയും ചെയ്യുന്നവരാകട്ടെ, അവരെ സപ്പോർട്ട് ചെയ്തത് കാരണമാണ് ആ ഒരു വ്യക്തി അവിടെ നിലനിൽപ്പാൻ സഹായിച്ചത്. ഓ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യത്തിൽ വലിയൊരു അർത്ഥമുണ്ട്. കാരണം സുവിശേഷ വേലയുടെ ഏത് രീതിയാകാം, പലരും പല രീതിയിലാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആയിരിക്കാം, ചിലപ്പം പാട്ട് ശുശ്രൂഷയായിരിക്കാം, ചിലപ്പം പാസ്റ്ററൽ മിനിസ്ട്രി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ട്രാക്ട് കൊടുക്കുന്നതായിരിക്കാം, ഹല്ലേലൂയ, അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കും, നിങ്ങളൊരു കൗൺസിൽ ചെയ്യുന്നതായിരിക്കാം. ഇപ്പൊ ജോയ് സിസ്റ്ററിനെ പോലെ ഈ സാക്ഷ്യം, അതാണ് ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ അനേകരുടെ സാക്ഷ്യം ടെലികാസ്റ്റ് ചെയ്ത് ഓൾ നേഷൻസിൽ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. എത്രയോ മനുഷ്യർക്ക് സുവിശേഷ വേല ചെയ്യുന്ന ഞങ്ങൾക്കുൾപ്പെടെ എത്രയോ പേർക്ക് ഇതൊരു ബലമാണ്. ഹല്ലേലൂയ. ഇതിന്റെ വലിയൊരു പ്രതിഫലം നാം സ്വർഗത്തിൽ ചെല്ലുമ്പോഴുണ്ട്. ഹല്ലേലൂയ. ഈ മിനിസ്ട്രി കർത്താവിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, ഇത് ഡിഫറെന്റ് ലാംഗ്വേജസിലും കൂടെ ഹല്ലേലൂയ ഇത് ഡബ് ചെയ്യുവാൻ കർത്താവ് ഹല്ലേലൂയ മിനിസ്ട്രി ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുള്ള എല്ലാ സോഴ്സുകളും ദൈവം നൽകട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഈ ജീവിതാനുഭവം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ വേലയോർത്ത് പ്രാർത്ഥിക്കണമേ. ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ, എനിക്ക് ദൈവം നൽകുന്ന ആയുസ്. സ്തോത്രം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി വല്ലവിധേയും ഒരു ആത്മാവിനെയെങ്കിലും എന്റെ അന്ത്യശ്വാസം വരെ കർത്താവിന് വേണ്ടി വേല ചെയ്ത് നല്ലൊരു അന്ത്യം പ്രാപിച്ച് ഹല്ലേലൂയ നല്ലവനും വിശ്വസ്തനുമായ ദാസരെ എന്നുള്ള ആ ഒരു വിളിക്ക് യോഗ്യരായി തീരുവാൻ ഒരിക്കൽ കൂടി എന്നെ എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. ആമേൻ. ദാസി ഇത്രത്തോളം സമയം കർത്താവിന്റെ ദാസിയുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായല്ലോ. കർത്താവിന്റെ ദാസി ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച. നല്ല ദൈവമേ, വിശ്വസ്തനായ നല്ല കർത്താവേ, ഈ സന്ധ്യാസമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. നിന്റെ ദാസിയോട് ഒരുമിച്ച് ഹല്ലേലൂയ ജോയ്സ് ടിവിയിൽ അല്പസമയം ചിലവഴിക്കുവാൻ നീ നൽകി തന്ന ഈ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ. ലോകാരംഭത്തിന് മുമ്പേ അടിയങ്ങളെ കണ്ട ദൈവമേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞങ്ങളെ കണ്ട കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിച്ച കർത്താവേ, ഹല്ലേലൂയ. നിന്റെ പ്ലാനിലൂടെ പദ്ധതിയിലൂടെ ജീവിക്കാൻ നീ അടിയങ്ങളെ തെരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അപ്പാ ഈ സന്ധ്യാസമയം ഒരിക്കൽ കൂടി അടിയങ്ങളെ സമർപ്പിക്കുകയാണ്. നിന്റെ ഹിതത്തിന് വേണ്ടി, എന്റെ ഹിതമല്ല, നിന്റെ ഹിതം അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ നിറവേറുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ TV ചാനലിൽ കൂടി കർത്താവേ
കർത്താവേ. നിന്റെ സാക്ഷ്യം അനേക രീതിയിലുള്ള അത്ഭുത വിടുതലിന്റെ സാക്ഷ്യം, ഹല്ലേലൂയ ഹല്ലേലൂയ, അത്ഭുതങ്ങളുടെ സാക്ഷ്യം, അനുഗ്രഹത്തിന്റെ സാക്ഷ്യം, ദൈവം നടത്തിയ വഴികളുടെ സാക്ഷ്യം, ഹല്ലേലൂയ, ദൈവം വലം കരത്തിന് പിടിച്ച് നടത്തിയ അനുഭവങ്ങളുടെ സാക്ഷ്യം, ഹല്ലേലൂയ. ഓ ലോകത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ ഇത് പ്രകാരം സാധിക്കുമെന്ന് ഹല്ലേലൂയ ലോക ജനം അത്ഭുതമാകും വണ്ണം ഹല്ലേലൂയ നിന്റെ മക്കളെ നീ നടത്തുന്ന ഓരോ വിധങ്ങളെ ഹല്ലേലൂയ ആമേൻ പ്രസ്താവിപ്പാന്, അത് ടെലികാസ്റ്റ് ചെയ്യുവാൻ കർത്താവേ നീ നൽകി തന്ന ഈ നല്ല ചാനലിനായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവേ. നിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ. നിന്റെ മകളിൽ കൂടി ചെയ്യിക്കുന്ന ഈ പ്രവൃത്തിയെ ഓ ഇനിയും അതിന്റെ ഹല്ലേലൂയ വിസ്താരത്തിലേക്ക് നീ നയിക്കുമാറാകണമേ. ഓ ഹല്ലേലൂയ ആമേൻ. ഡിഫറെന്റ് ലാംഗ്വേജസിൽ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സഹായിക്കണമേ, അതിന്റെ വഴികളെ ഒരുക്കണമേ, അതിനുള്ള വേലക്കാരെ നീ ഒരുക്കി കൊടുക്കണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നാഥ സ്തോത്രം. അടിയനും കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഒരുമിച്ചായിരിക്കാൻ, ഈ കൂട്ടായ്മയിലായിരിക്കാൻ നീ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങള് ഏതേലും ഹല്ലേലൂയ വിഷയത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവേ സ്തോത്ര 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 സ്തോത്രം. ഏതെങ്കിലും മനഭാരത്താൽ കഷ്ടപ്പെടുന്നുവെങ്കിൽ ദൈവമേ അവർക്ക് ദൈവത്തിന്റെ ധൈര്യവും പ്രത്യാശയും കൊടുത്ത് അതിൽ വിളിച്ച ദൈവം വിശ്വസൻ. ഓ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, കണ്ണിൻ മണി പോലെ കാക്കും ഹല്ലേലൂയ, ഏത് സമയത്തും ഹല്ലേലൂയ. ഓ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്ന ധൈര്യം കർത്താവെ പകർന്നു കൊടുത്ത് നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താലും ഭാരത്താലും ആരെങ്കിലും കഷ്ടപ്പെടുന്നുവെങ്കിൽ യേശുവേ ആണിപ്പഴുതുള്ള നിന്റെ കരം ഈ നിമിഷം അവരുടെ മേൽ വെച്ച് പൂർണ്ണ സൗഖ്യം ആരോഗ്യം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. എന്തെങ്കിലും ഭാരത്താൽ കഷ്ടപ്പെടുന്നുവെങ്കിൽ അപ്പാ ഓ അവരുടെ അവസ്ഥ അനുസരിച്ച് അവർക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അപ്രകാരം ചെയ്തിരിക്കാൻ സ്തോത്രം. ഈ മിനിസ്ട്രിയെ നീ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. നിന്റെ കൃപയും കരുണയും സമാധാനവും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരുന്ന് നീ ഞങ്ങളുടെ വഴി നടത്തുമാറാകണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ രക്തത്താലടികൾ ജയമെടുക്കുന്നു. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ആമേൻ 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 ആമേൻ. കർത്താവിന്റെ ദാസി വളരെ നന്ദിയുണ്ട്. കർത്താവിന്റെ ദാസിയെ ദൈവം പിന്നെയും ബലപ്പെടുത്തട്ടെ. ആമേൻ. സ്തോത്രം. പാട്ടൊന്ന് പാടിയാലോ? പാട്ട് ശരി ശരി ഓക്കെ. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കരുതും എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാനെനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ.